നമ്മൾ കാണാൻ പോകുന്നത്, എവിടേക്കൊക്കെയാണ് നമ്മൾ എത്താൻ പോകുന്നത്? യാത്രയുടെ വിവരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുകയാണ്. തവാഫ് കഴിഞ്ഞു, നബി തങ്ങളെ ഇതാ അങ്ങേക്ക് കയറാനുള്ള വാഹനം. തങ്ങൾ ബുറാക്കിനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത ഭംഗിയുള്ളൊരു വാഹനം, അത് സ്മോളർ ദാൻ എ മ്യൂൾ ആൻഡ് ബിഗർ ദാൻ എ ഡോങ്കി. വലിയ ഹൈറ്റ് ഉണ്ടെന്ന് പറയാനും വയ്യ, ചെറുതാണെന്നും പറയാനും വയ്യ. ഒരു കഴുതയേക്കാളും മീതയാണ് അക്രമക്കുമുല്ലാഹ്. അത് കഴിഞ്ഞ് ഒരു കോവർ കഴുതയേക്കാൾ താഴെയുമാണ്. അങ്ങനത്തെ ഒരു മൃഗമാണ്, അതിന് ചിറകുകളുണ്ട്. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയേ, അങ്ങയുടെ ഈ യാത്രക്ക് ഞാൻ അങ്ങേക്ക് വേണ്ടി സ്വർഗ്ഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനമാണിത്. ഇത് പുണ്യ നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഉമ്മത്ത് നെഞ്ചിലേറ്റി വിശ്വസിക്കുന്നു. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണത്. ഇസ്രാ നിഷേധിച്ച ആൾ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. അത് ഖുർആന്റെ നസ്വാൻ. മിഅ്റാജ് ഹബീബിന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, സ്വരീഹായ ഹദീസിന്റെ വചനങ്ങൾ. തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇർകബ് യാ റസൂലല്ലാഹ്, നബിയെ കയറിക്കോളൂ, ബുറാക്കിന്റെ പുറത്ത് കയറിക്കോളൂ. അപ്പൊ ജിബ്രീൽ തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ജിബ്രീലേ, നിങ്ങൾ കയറി ആദ്യം, നിങ്ങൾ കൊണ്ടുവന്നതല്ലേ. ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ പറയുന്നുണ്ട്, സ്വാഹിബു ദാബത്തി അദ്റാ ബിദാബത്തിഹി വസ്വാഹിബുൽ മകാനി അദ്റാ വഔലാ ബിമകാനി. ഒരാളുടെ വണ്ടി അത് അയാളാണത് ഉപയോഗിക്കാൻ ഏറ്റവും അർഹത ഉള്ള ആള്. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഒരു പ്രത്യേകമായൊരു ചെയറോ ഒരു സീറ്റോ ഉണ്ടെങ്കിൽ ഒരു അതിഥി വന്നാൽ നിങ്ങളുടെ സമ്മതത്തോടെ മാത്രമേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ, അവിടെ കയറി ഇരിക്കാൻ പാടില്ല. അത് വാപ്പാൻ്റെ ചെയറാണ്, അത് വാപ്പാൻ്റെ മുസല്ലിയാണ്, അങ്ങനെയൊക്കെ പറയില്ലേ. അത് അവർ സമ്മതം തന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ജിബ്രീൽ തങ്ങളോട് ആ ഒരു അദബാ പുണ്യ നബി കാണിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലെ, നിങ്ങൾ കയറിൻ. മുആദ് തങ്ങളും നബി തങ്ങളും യാത്ര പോയ ചരിത്രമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറയും, എന്നോട് നബി തങ്ങൾ അന്നൊരിക്കെ തങ്ങളുടെ കയ്യിൽ ഒരു കഴുതയുണ്ട്, തങ്ങൾ യാത്ര ചെയ്യാണ്. അപ്പൊ എന്നെ കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, മുആദ്, തങ്ങൾ ഇറങ്ങി കഴുതപ്പുറത്തുനിന്ന്, മുആദെ കയറിക്കോളി എന്ന് പറഞ്ഞു. മുആദ് എന്നവർ പറഞ്ഞു, നബിയെ, ഞാൻ കയറൂല, അങ്ങ് കയറണം, ഞാൻ കയറൂല. അപ്പൊ തങ്ങൾ കയറിയിരുന്നു. തങ്ങൾ മുആദ്, നിങ്ങളും കയറിക്കോ. അപ്പൊ രണ്ടാളെ കൊണ്ടുപോകാൻ പറ്റുന്ന കഴുതയാണ്. അങ്ങനെ മുആദ് എന്നവരും അതിൻ്റെ പിന്നാലെ കയറി. നബി തങ്ങളും മുആദ് എന്നവരും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കഴുത ഒരു കല്ലിൽ ചവിട്ടിട്ട് നബി തങ്ങളും താഴെ വീണു, മുആദ് എന്നവരും താഴെ വീണു. മുആദ് റളിയല്ലാഹു അൻഹു നാണിച്ച് വിഷമിച്ചു. നബി തങ്ങൾ ഫതബസ്സമ റസൂലുള്ളാഹ്, നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ റോഡല്ലേ, കയറിക്കോളി മുആദ്. ഞാൻ കയറില്ല നബിയെ, അങ്ങ് കയറിക്കോളി ആദ്യം. അങ്ങനെ നബി തങ്ങൾ വീണ്ടും കയറി. വീണ്ടും മുആദ് എന്നവർ ബാക്കിൽ കയറി. അവർ രണ്ടുപേരും വീണ്ടും കുറച്ച് ദൂരം യാത്ര ചെയ്തു. വീണ്ടും ഈ കഴുത കാല് കുതറി. അങ്ങനെ നബി തങ്ങളും വീണു, മുആദ് എന്നവരും വീണു. ഫതബസ്സമ റസൂലുള്ളാഹ്, പുണ്യ നബി തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷേ മുആദ് എന്നവരെ പേടിച്ച് നാണത്തോടുകൂടെ മുഖം താഴ്ത്തി നിൽക്കുകയാണ്. എന്ന് മുആദ് റളിയല്ലാഹു അൻഹു, അതിൽ നബി തങ്ങളോട് മുആദ് എന്നവർ കാണിച്ച ഒരു അദബുണ്ട്. തങ്ങൾ കയറാതെ എങ്ങനെ ഞാൻ കയറുക? ആ അദബാണ് നബി തങ്ങൾ ജിബ്രീൽ തങ്ങളോട്, ജിബ്രീലെ, നിങ്ങൾ കയറി ബുറാക്കിന്റെ മീതെ, എന്നിട്ട് ഞാൻ കയറാം. അങ്ങനെ നബി തങ്ങളും നബി തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ബുറാക്കിന്റെ മുകളിൽ കയറി ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര പോവാണ്. തങ്ങൾ പറയുന്നു, ലാ യുഫവ്വിതുനി വലാ ഉഫവ്വിതുഹു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ കൂടെ ജിബ്രീൽ എന്നവർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര. ആരും ആരെയും മിസ്സായിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും കൂടെയുണ്ടായിരുന്നു ആ യാത്രയിൽ. എന്നെ ജിബ്രീൽ തങ്ങൾക്ക് മിസ്സായില്ല, ജിബ്രീൽ തങ്ങൾക്ക് എൻ്റെയും മിസ്സായിട്ടില്ല. അങ്ങനെയാണ്. ലാസിം മൽസൂം എന്ന് പറയും. ഒരാളുള്ളിടത്ത് മറ്റേ ആളുണ്ടാവും. അങ്ങനത്തെ ചില ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരാളുള്ള സ്ഥലം കിട്ടിയാൽ അവിടെ അവൻ്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടായിരിക്കും. ലാസിം മൽസൂം എന്നൊക്കെ അറബി പറയും. അപ്പോൾ പുണ്യ നബി തങ്ങളുടെ സുഹൃത്താണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ലാ യുഫവ്വിതുനി വലാ ഉഫവ്വിതുഹു. ഞാനും ജിബ്രീൽ എന്നവരും ഒരുമിച്ചാണ്. രണ്ടാളും ആരും ആരെയും മിസ് ചെയ്യുന്നില്ല. കൂട്ടുകാരെ, നമ്മൾ പറയും, ഒരു ആപ്തവാക്യമുണ്ട്, ടെൽ മീ വാട്ട് യു റീഡ്, ഐ ക്യാൻ ടെൽ യു വാട്ട് ടൈപ്പ് ഓഫ് എ പേഴ്സൺ യു ആർ. മുമ്പ് പറയില്ല അങ്ങനെയല്ല, ടെൽ മീ ഹൂ ഇസ് യുവർ ഫ്രണ്ട്, ഐ ക്യാൻ ടെൽ യു ഹൂ യു ആർ. ഇന്ന് അതുമല്ല, അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞേരി, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വായിക്കുന്നത് എന്താണെന്ന് പറഞ്ഞേരി, നിങ്ങൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ എന്താ പറയാന്നറിയോ? നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞേരി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ?
നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞുതരാം നീ കള്ളുടിക്കുണ്ടോ ഇല്ലേ എന്ന്. നിന്റെ കൂട്ടുകാരൻ ആരാണെന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞുതരാം നീ നിന്റെ വാപ്പയെ ഉമ്മയെ അനുസരിക്കോ ഇല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കൂട്ടുകാർ, നിങ്ങൾ ഓരോരുത്തരുടെയും ദീനളക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകാരാരാണെന്ന് നോക്കിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളാകുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കള് കൂട്ടുകാരായി നിർത്തേണമേ. നിങ്ങളെ നിസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്ന ആള്, നിങ്ങളെ നല്ല മജ്‌ലിസിലേക്ക് കൊണ്ടുവരുന്ന ആള്, അങ്ങനത്തെ ആളായിരിക്കണം നിങ്ങളുടെ കൂട്ടുകാരൻ. ആരാവരുത്? പിശാചിന്റെ കൂട്ടുകാരനാവരുത്. നന്നാക്കാൻ പറ്റുമെങ്കിൽ ആളെ നന്നാക്കി എടുക്കുക, ഇല്ലേ ഒഴിവാക്കുക. നല്ല കൂട്ടുകാരുടെ കൂടെ എന്തേ ആ കൂട്ടുകെട്ട് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും. ഇപ്പൊ വിചാരിക്കേണ്ടാവത് സ്കൂൾ കുട്ടികളെ പറ്റിയ പറയണത് അല്ലല്ല. 90 വയസ്സായ ആൾക്കും നല്ല കൂട്ടുകാരൻ വേണം. 90 വയസ്സായാൽ പോലും കൂട്ടുകാരെ കൊണ്ട് ഈമാൻ നഷ്ടപ്പെടാം. അങ്ങനെ ഉണ്ടാവോ? 90 വയസ്സായിട്ടൊക്കെ ഈമാൻ പോകും. ചില കൂട്ടുകാരങ്ങനെയാണ്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമല്ല. അബൂജഹലും അബൂ സുഫിയാനും എന്നവരും കൂടിയിട്ടാണ് 90 കഴിഞ്ഞ് 100 എത്തുന്ന അബൂ ത്വാലിബിന് ഈമാനും ഹിദായത്തും നഷ്ടപ്പെടുന്നത് സ്വന്തം ചങ്ങായിമാരെ കൊണ്ടാ. അവരാണ് കലിമ ചൊല്ലാൻ വിടാതിരുന്നത്. വയസ്സിന്റെ കുറവാണോ? വയസ്സ് 90 കഴിഞ്ഞിട്ടുണ്ട് അബൂ ത്വാലിബിൻ എന്നവർക്ക്. പക്ഷേ കലിമ ചൊല്ലാൻ വിട്ടില്ല. അബൂ ത്വാലിബേ, ഞങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ പുതിയ മതത്തിലേക്ക് പോവാണോ? എന്നാ പിന്നെ മുഹമ്മദേ എനിക്കത് പറയാൻ പറ്റൂല. നല്ല മതം തന്നെയാണ് നിങ്ങളുടെ മതം, പക്ഷേ എനിക്ക് വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു വഹിദാറു മസബ്ബതി ലവജതനി സംഹൻ ബിദാക മുബീനാ. മുസ്ലിമായില്ല അബൂ ത്വാലിബ്. എന്ത് കാരണം? സ്വന്തം കൂട്ടുകാർ കാരണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല സ്വാലിഹീങ്ങളായ നല്ല മക്കളെ അള്ളാഹു കൂട്ടുകാരായി കൊടുക്കട്ടെ. നമ്മൾക്കും അള്ളാഹു നല്ല സുഹൃത്തുക്കളെ അള്ളാഹു തരട്ടെ. നമ്മൾ അള്ളാഹുലേക്കാണ് ശരിക്കും എടുത്താണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അള്ളാഹുവിന് ശരിയാക്കി തരുന്ന. കച്ചറ കൂട്ടുകാരെ മുമ്പിനെ നമ്മോട് വിളിക്കാതെയാവും, നമ്മുടെ അടുത്ത് വരാതെയാവും. അവരൊക്കെ ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. നല്ല കൂട്ടുകാർ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു തദ്ബീറാണ്, അള്ളാഹുവിൻ്റെ തൈസീറാണത്. അള്ളാഹ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആൾക്കാർ അള്ളാഹ് കൊണ്ടുവരും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും നമ്മുടെ കൂട്ടുകാരിൽ. നമ്മുടെ അടുത്ത് വരുന്ന മുഴുവൻ ആളും അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. അതിൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മുടെ കൂടെ കമ്പനി നടക്കുന്നുണ്ടാവും. നമ്മൾ അള്ളാഹുലേക്ക് അടുക്കാൻ തുടങ്ങിയാൽ അവരൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അവർ പിന്നെ വിളിക്കാണ്ടാവും, അവർ വരാതാവും. പിന്നെ കാരണമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ അള്ളാഹു നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിൾ അള്ളാഹു ഫിൽട്ടർ ചെയ്യുന്നതാണ്. അള്ളാഹുലേക്ക് അടുക്കണം. പുണ്യനിബിതങ്ങൾ അള്ളാഹു കൊണ്ടുപോകുന്ന യാത്രയാണ്. ബുറാഖിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ എവിടെയാണോ ബുറാഖിന്റെ കണ്ണിന്റെ കാഴ്ച അവസാനിക്കുന്നത് അവിടെയാണ് ബുറാഖിന്റെ കാല് വെക്കുന്നത്. അങ്ങനെ ചവിട്ടി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനം. ഇതിന്റെ സെക്കൻഡൊന്നും വേണ്ട മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താൻ. രാത്രിയാണ് മസ്ജിദുൽ അഖ്സയിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുറാഖ് എന്ന വാഹനം കെട്ടിയിട്ടു. ഇവിടെ ബുറാഖിനെ കെട്ടിയിടുന്ന ഒരു സാരിയ എന്ന് പറഞ്ഞ പില്ലർ എന്നാണ്. പില്ലർ തൂണില്ലേ, പില്ലർ, ആ പില്ലറാണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ പ്രകാശത്തിന്റെ കരം കൊണ്ട് ചെത്തിക്കൊടുത്തുണ്ടാക്കിയ ഒരു ചെറിയ പില്ലറാണിത്. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഇന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് പോയാൽ, ഇപ്പോൾ മസ്ജിദുൽ അഖ്സ സിയാറത്തിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പോകാറുണ്ട്. അവിടെ മസ്ജിദുൽ ബുറാഖ് കാണാൻ കഴിയും. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങിയ ഖിബ്ല എങ്ങോട്ടാണെങ്കിൽ വലത് ഭാഗത്ത് ഒരു പള്ളിയാണ്. സ്റ്റെപ്പ് ഇറങ്ങി ഉള്ളിലേക്ക് ചെന്ന ചെറിയ പള്ളി, സ്റ്റേജിൻ്റെ അത്രയുള്ള പള്ളി. അവിടെ ഒരു ചുമരിൽ ഒരു വട്ടക്കണ്ണിയുണ്ട്, ഇരുമ്പിൻ്റെ ഒരു റിങ്. ആ റിങ് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. അവിടെയാണ്, ആ ഇരുമ്പുമ്മലല്ല കെട്ടിയിട്ടത്. ആ ഇരുമ്പ് നിൽക്കുന്നത് ഒരു പാറയിലാണ്. ഇപ്പം അത് ചുമരാണ്. ആ പാറയിലാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. ഒരു പാറയുടെ ഒരു പില്ലറുണ്ട്, പാറയുടെ ഒരു തൂണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന വാഹനത്തെ പുണ്യനബി എന്തിനാ ഇപ്പം നബി കെട്ടിടേണ്ട ആവശ്യം ചോദിക്കാലോ? അത് സ്വർഗത്ത് നിന്ന് കൊണ്ടുവന്ന വാഹനല്ലേ, അത് അവിടുന്ന് പോകുന്നില്ലല്ലോ, അവിടെ ഉണ്ടാവുമല്ലോ. തങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന വാഹനല്ലേ, അതിനിപ്പോൾ കെട്ടിയിടേണ്ട കാര്യമുണ്ടോ? വേണം. അഖ്ദും ബിൽ അസ്ബാബ്, നമ്മൾ സബബുകൾ ചെയ്യണം. അല്ലാഹുവാണ് മുസബ്ബിബുൽ അസ്ബാബ്. നമ്മൾ ചെയ്യണം. അത് നമ്മളൊരു വാഹനവുമായി വന്നാൽ ശരിക്കും പാർക്ക് ചെയ്യണം.
ഒട്ടകത്തെ കൊണ്ടുവന്ന് നബി തങ്ങളുടെ മജ്ലിസിലേക്ക് വരുമ്പോഴേ സ്വഹാബി വന്ന് ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ്, എൻ്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ നബിയെ? അതല്ല, കെട്ടിയിടാതെ അങ്ങയുടെ മജ്ലിസിൽ വന്ന് ഇരുന്നാൽ മതിയോ? തങ്ങൾ പറഞ്ഞെന്താണ്? യഅഖിൽഹാ വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ വാഹനത്തെ കെട്ടിയിടണേ, എന്നിട്ട് അല്ലാഹുവിനോട് തവക്കുലാക്കിക്കോളി, എന്നിട്ട് അല്ലാഹനെ ഏൽപ്പിക്കിൻ, എന്നിട്ട് ഇവിടെ വന്നിരിക്കും. കെട്ടിടാതെ അള്ളാഹിനെ ഏൽപ്പിച്ചു പോകുന്ന ആ ഒട്ടകം, നിങ്ങൾ അതിനോട് ചെയ്യേണ്ട ഒരു കാരണം നിങ്ങൾ ചെയ്തിട്ടില്ല, ഒരു സബബ്, അതിനെ കെട്ടിയിടണം. കെട്ടിയിട്ടാലും ഒരാൾ വേണമെങ്കിൽ അതിനെ അഴിച്ചു കൊണ്ടുപോകാം, അത് അള്ളാഹിന്റെ ഖദാ. അത് നിങ്ങൾ തവക്കുലാക്കി വിട്ടാൽ മതി, അള്ളാഹു നിയന്ത്രിച്ചോളും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ചെയ്യണം. അതാണ്. കുട്ടി തീരെ എക്സാമിന് പഠിക്കണില്ല, SSLC എക്സാം വരെയാണ്, ദ്വാരക്കണേ എന്ന് പറഞ്ഞ് നടക്കുക. കുട്ടി ജന്മത്തിൽ ബുക്ക് എടുത്ത് പഠിക്കണില്ല, വല്ല കാര്യമുണ്ടോ? അവൻ പഠിക്കണം. പഠിച്ചാൽ തന്നെ ചിലപ്പോൾ എക്സാമിന് എന്ന് പനി വന്ന് പോകാൻ പറ്റിയില്ല എന്ന് വരും, എക്സാമിന് എന്നെല്ലാം മറന്നു വരും. അതിന് ദ്വാരപ്പിക്കണം. അധ്വാനിക്ക കൂടെ ദ്വാരക്കും ചെയ്യുക. അധ്വാനം അല്ലാണ്ട് നമ്മൾ ദ്വാരന്നിട്ട് മാത്രം കാര്യം. മസ്ജിദുൻ നബവിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നിരിക്കുന്നു, ഭയങ്കര ദിക്റും സ്വലാത്തും ചൊല്ലി അവിടെ ഇരിക്കുക. എന്താ പണി എന്ന് ചോദിച്ചു. ഞങ്ങൾ യമനിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ. എന്താ ഞങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു ഉമർ എന്നവർ റളിയല്ലാഹു അൻഹു. നബിക്ക് ശേഷം ഒരു നബി ഉണ്ടെങ്കിൽ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നാ. പക്ഷെ നബി ഇല്ല, അതുകൊണ്ട് ഉമർ നബി ആയില്ല. പക്ഷെ ഒരു നബി ആകുമെങ്കിൽ അങ്ങനത്തെ മഹാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെന്നാ ഭക്ഷണം? അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരൂലേ, ഞങ്ങൾ അത് നിന്ന് ഇവിടെ ഇരുന്നോണ്ടെന്ന് പറഞ്ഞു. ഇന്ന് അവിടെ ഇരിക്കുക, എപ്പോൾ വരാമെന്ന് പറഞ്ഞു. വടി എടുക്കാൻ പോയതാ. അതിൽ ഇവർ എഴുന്നേറ്റ് കൂടി. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ആകാശത്ത് നിന്ന് സ്വർണം വെള്ളി ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ ഇരിക്കുന്നത്? പോയി പണിയെടുക്കുന്നു പറഞ്ഞു. ജോലി ചെയ്യാതെ നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കുറച്ചാൾക്കാർക്ക് അടി കിട്ടി, അല്ലാത്തൊരു മുമ്പ് നിന്ന് ഇറങ്ങി ഓടി. ഉമർ തങ്ങളുടെ പഠിപ്പിക്കുക, അത് സബബ്, നമ്മൾ സബബ് ചെയ്യണം. ജോലി അന്വേഷിക്കുന്നുണ്ട്, പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ഇല്ല, PG ഇല്ല, ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. ആഗ്രഹിക്കുന്നത് എഞ്ചിനീയർ ആവണമെന്ന്. എഞ്ചിനീയർ പണി കിട്ടണം, നടക്കുമോ? ഇല്ല. നിങ്ങൾ ഇവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണ ട്രെയിനിൽ കയറി ഇരുന്നിട്ട് പറയാം, പഠിച്ചോനെ ബോംബെക്ക് എത്തിക്കണേ, വല്ല കാര്യമുണ്ടോ? ബോംബെക്കുള്ള ട്രെയിനിൽ തന്നെ കയറണ്ടേ? സബബ് ചെയ്യണ്ടേ? സബബ് ചെയ്യണം, എന്നിട്ട് അള്ളാഹിനോട് തവക്കുലാക്കണം. നമ്മൾ കയറി ഇരുന്നാൽ തന്നെ ഏതെങ്കിലും വല്ല പാലം പൊളിഞ്ഞു വീണത്, യാത്ര മുടങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം, അവിടെ എത്തണമെന്നില്ല, അതിനിടക്ക് ഇതൊക്കെ സംഭവിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാരണം നിങ്ങൾ ചെയ്തു വെക്കണം. ബാക്കി അലല്ലാഹ്. അതിനാണ് നബി തങ്ങൾ ബുറാഖിനെ കെട്ടിയിട്ടത്. അത് പഠിപ്പിക്കാൻ ഓരോ വാക്കുകളും ഹബീബിൻ്റെത് പാഠമാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്. അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഖുർആൻ ആരംഭിച്ചാൽ അതിനുശേഷം പറയാൻ പോകുന്ന വിഷയം അതീവ ഗൗരവമുള്ള മഹാത്ഭുതമാണ്. അപ്പോഴാ സുബ്ഹാന എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്. അല്ലാഹുവേ നിന്റെ കഴിവ് എത്രയാ പടച്ചോനെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. നമ്മൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം ചൊല്ലുന്നുണ്ട്. ഇടയ്ക്ക് ഒരു തവണയെങ്കിലും അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാ റബ്ബേ, നമ്മൾ എത്ര മോശക്കാരാ. നമ്മൾ കൽബിലെ ഈ ദേഷ്യവും പകയും വൈരാഗ്യവും കണ്ടുകൂടായ്മയും നുണ പറച്ചിലും വൈരാഗ്യം പറയലും കുറ്റം പറച്ചിലും, അല്ലാഹുവേ നിനക്കിതൊന്നും ഇല്ലല്ലോ റബ്ബേ, നീ എത്ര ശുദ്ധനാണ് പടച്ചവനെ. സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹുവേ ഞങ്ങൾക്കിപ്പോൾ ക്ഷീണിച്ചാൽ ഉറങ്ങും അല്ലേ? നമുക്ക് ഉറക്കം വന്നാൽ ഉറങ്ങൂലേ? നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റൂല. നമ്മൾ തളർന്ന് ക്ഷീണിച്ചു പോകും. അള്ളാഹുവിന് ഉറക്കില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയെങ്കിൽ അള്ളാഹു ഉറങ്ങുന്നില്ല. ലാ തഖുദുഹു സിനതുൻ വലാ നൗം. നോ സ്ലംബർ നോ സ്ലീപ്പ് ഓവർടേക്സ് ഹിം. അള്ളാഹ്ക്ക് ഈ തൂങ്ങി ഉറക്കം സാധാ ഉറക്കൊന്നും അള്ളാഹ്ക്കില്ല. നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും അള്ളാഹു ഉണർന്നിരിക്കുകയാണ്. അള്ളങ്ങാനൊരു സെക്കൻഡ് ഉറങ്ങിയാൽ കഴിഞ്ഞില്ല ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനക്. പടച്ചവനെ ഞങ്ങളൊക്കെ മരിച്ചു പോകും, നിനക്ക് മരണമില്ല, നീ എന്തൊരു പരിശുദ്ധനാണ്. ഞങ്ങൾക്ക് അസുഖം വരും, നിനക്കത് ഇല്ലല്ലോ പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ. ഞങ്ങൾക്ക് എത്ര ന്യൂനതയുണ്ട് റബ്ബേ, ഞങ്ങൾ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്. നിനക്ക് നീ ഇൽമ്, എല്ലാ ഇൽമും നിന്നിൽ നിന്നല്ലേ പടച്ചവനെ. ഇതാണ് ഈ സുബ്ഹാന എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് റുകൂൽ പറയുമ്പോഴും, സുബ്ഹാന റബ്ബിയൽ അലാ ബിഹംദിഹി എന്ന് സുജൂദിൽ പറയുമ്പോഴും, റുകൂൽ സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് പറയുമ്പോഴൊക്കെ അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ കൽബിലേക്ക് കൊണ്ടുവരണം. അല്ലാഹ് പരിശുദ്ധനാണ്. നമ്മളാണെങ്കിലോ ശുദ്ധിയില്ലാത്തവരാ, നമ്മളിൽ ന്യൂനതകളുണ്ട്, അല്ലാഹുവിന് ന്യൂനതകളില്ല. നമ്മൾ മറക്കും, അല്ലാഹ് മറക്കൂല. സുബ്ഹാന ജല്ല ജലാലു. അതാണ് അല്ലാഹു. പുണ്യ നബിതങ്ങളെ അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കാൻ പോകുന്ന യാത്രയാണിത്. അല്ലാഹനെ കാണാൻ പോകുന്ന, അല്ലാഹുവിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണിത്. നിങ്ങൾക്കറിയോ, നമ്മളോടൊക്കെ അല്ലാഹു നേർക്കുനേരെ സംസാരിക്കും. കാണാൻ ഭാഗ്യമുള്ളവർ സ്വർഗത്തിലുള്ളവരായിരിക്കും. പക്ഷെ എല്ലാവരോടും അല്ലാഹു സംസാരിക്കും. ഇവിടെ ഇരിക്കണ എല്ലാവരോടും
എന്നോട്, നിങ്ങളോടൊക്കെ, മരിച്ചുപോയവരോടും ഇനി വരാനിരിക്കുന്ന മനുഷ്യരോട് മുഴുവനും, നിങ്ങൾ ഓരോരുത്തരോടും. ഹബീബാ നബിയുടെ ഹദീസാണ്, വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഒരു ഇടനിലക്കാരനില്ലാതെ അല്ലാഹു നേർക്കുനേരെ നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. നിങ്ങളോട് അല്ലാഹു ചോദ്യം ചെയ്യും. കുട്ടികളെ ഒഴിവാവുള്ളൂ, ഭ്രാന്തന്മാരെ ഒഴിവാവുള്ളൂ, മുക്കല്ലഫല്ലാത്ത ആൾക്കാരെ ഒഴിവാവുള്ളൂ. പ്രായപൂർത്തിയും ബുദ്ധിയുമായ മുഴുവൻ മനുഷ്യരോടും, മുസ്ലിമിനോടും മുസ്ലിം അല്ലാത്തവനോടൊക്കെ അല്ലാഹു തആല സംസാരിക്കും. ഇല്ലാ വയുകല്ലിമുഹു റബ്ബുഹു, അല്ലാഹു നേർക്കുനേരെ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അലി തങ്ങൾ പറയാണ്, ചില ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ യസ്ഖുതു ലഹ്മു വജ്ഹി, മുഖത്തെ ഇറച്ചിങ്ങട്ട് വീഴുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പിൽ നാണിച്ച് നിൽക്കാൻ കഴിയില്ല. കള്ളു കുടിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ പിന്നാലെ പോയിട്ടുണ്ട്, മദ്യപിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ട്, മോഷണം ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, കള്ളത്തരമാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ച ആളുകൾ അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കും? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും? മുഖത്തെ മാംസം വീണുപോകുന്ന ആളുകളുണ്ട്. ചിലര് പറയും, എന്നെ കൊണ്ടുപോകല്ലിൻ, മലക്കുകളെ കൊണ്ടുപോകുക, എനിക്ക് വേണ്ട, എനിക്ക് അള്ളാനെ കാണണ്ട, എന്നെ നരകത്ത് കൊണ്ടുപോയിട്ടോളൂ. എന്നാൽ എനിക്ക് അള്ളാനെ കാണാൻ പറ്റൂല. ഞാൻ എന്താ അള്ളാഹ്ക്ക് മറുപടി പറയാ? എൻ്റെ അടുത്ത് എന്താ ഉള്ളത്? ഞാൻ എന്തെന്റെ റബ്ബിനോട് പറയും? അതുകൊണ്ട് മുഅ്മിനെ മിഅ്റാജും ഇസ്റാഇനെ സംബന്ധിച്ചും പറയുമ്പോൾ അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കാൻ പോകുന്നവരാ നമ്മളൊക്കെ. നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് സംസാരിക്കും. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി റെഡി ആയിക്കോളി, ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് ഉറപ്പാണ്. എന്ത് മറുപടിയാണ് അള്ളാഹ്ക്ക് കൊടുക്കാൻ പോണത്? പടച്ചോനെ, ലോകകപ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ കട്ടൗട്ടൊക്കെ ഉണ്ടാക്കി കുറെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് നാട്ടിൽ ഫാൻ അസോസിയേഷൻ്റെ ആളായിരുന്നു ഞാൻ. അങ്ങനെ ചെല്ലാം അള്ളാന്റെ മുമ്പ്, എന്താണ് മറുപടി കിട്ടുക? അള്ളാഹുവെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിസ്കരിച്ചിട്ടില്ലായിരുന്നു. 4 മണി വരെ കളി കണ്ടിട്ടുണ്ട്, പക്ഷേ 5 മണിക്ക് വാങ്ങാൻ അവിടെ പോയി കടന്നുറങ്ങിയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടില്ല. എന്താണ് നിങ്ങൾ അള്ളാഹുവിനോട് മറുപടി പറയാൻ പോകുന്നത്? ഓരോരുത്തരും അവരുടെ ഉത്തരങ്ങൾ റെഡിയാക്കി വെച്ചോളൂ. മഹാനായ നബി തങ്ങൾ പറയാം, അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്. അള്ളാഹു കോടിക്കണക്കിന് ആളുകളോട് ഒരു സമയം അള്ളാഹു സംസാരിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ മനുഷ്യരാ, നമുക്ക് ഒരാളോട് സംസാരിക്കാൻ ഒരു നേരത്തെ ഒരാളോടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരോടും ഒരുമിച്ചേ പറ്റുള്ളൂ. 1 to 1 നമുക്ക് ഒരാളോടേ പറ്റുള്ളൂ. അള്ളാഹു നമ്മളെ പോലെയല്ല, മുഖാലിഫുൽ ലിൽ ഹവാദിസ്. അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് ഒരേ സമയം അള്ളാഹുവിന് സംസാരിക്കാൻ പറ്റും. നമുക്ക് നമ്മളോട് മാത്രമായിട്ട് സംസാരിക്കുന്നതേ തോന്നുള്ളൂ. അള്ളാഹ് ആ നേരത്ത് കോടിക്കണക്കിന് ആളുകളോട് സംസാരിക്കും. അതാണ് അള്ളാഹു ജല്ല. നിങ്ങളോടൊക്കെ, നമ്മൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കുകയാണ്. പിന്നെ അള്ളാഹിനെ കാണണം. ആ ഭാഗ്യം സ്വർഗത്തിലാണ് മുഅ്മിനീങ്ങൾക്ക്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചുവല്ലോ, റബ്ബേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? റബ്ബി അരിനി അൻദുർ ഇലൈക്. പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. അരിനി, നീ നിന്നെ എനിക്ക് കാണിച്ചുതാ. എന്തല്ല, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, അങ്ങനല്ല. അള്ളാഹ് കാണിച്ചു തന്നാലേ കാണൂ. അതാർക്കറിയാം? മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം. നീ നിന്നെ എനിക്ക് കാണിച്ചു തരൂ റബ്ബേ. കാരണം ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഒരു കണ്ണിനും അള്ളാഹുവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, കാണുക സാധ്യമല്ല. പൂർണ്ണമായി റബ്ബിനെ ഉൾക്കൊള്ളുക സാധ്യമല്ല. അള്ളാഹുവാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നത്. വഹുവൽ ലതീഫുൽ ഖബീർ. എല്ലാ സസൂക്ഷ്മമായ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹു. അള്ളാഹു ഏത് ചെറുതും വലുതും അറിയുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാനടക്കം. നമ്മുടെ കൽബിലുള്ള ചിന്ത എന്താണെന്ന് അള്ളാഹ്ക്കറിയാം. ഇതെനിക്കറിയാൻ പറ്റൂല. ഇവിടെ ഉള്ള ആർക്ക് നിങ്ങളെ കൽബ് അള്ളാഹ്ക്കേ അറിയാൻ പറ്റുള്ളൂ. ഓരോ നഗരവും കാണുമ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ, സ്കൈ സ്ക്രാപ്പേഴ്സ് കാണൂലേ, വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ. ആ ബിൽഡിംഗ് ഇങ്ങനെ കണ്ട് ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ, സെൽഫി ഒക്കെ എടുക്കാം. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ് ഭൂകമ്പം ഉണ്ടാക്കുന്നതും അള്ളാഹ് പരീക്ഷണം ചെയ്യുന്നതും അള്ളാഹ്ക്കറിയാം അവിടെ എന്താ നടക്കുന്നത്. അള്ളാഹുവിനറിയാം അവരുടെ മനസ്സെന്താണ്. മുദ്നിബീകളാണെങ്കിൽ അവർക്ക് അദാബാണ്, സജ്ജനങ്ങളാണെങ്കിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. പക്ഷെ അള്ളാഹുവിനെ അറിയുള്ളൂ. നമ്മുടെ കൽബ് നമുക്കൊന്നും അറിയില്ല, അല്ലേ? നമുക്കൊന്നും അറിയില്ല. യാ അള്ളാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു രംഗം ആലോചിച്ച് നോക്കി. മൂസാ നബി ചോദിക്കുകയാണ്, അള്ളാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരുമോ റബ്ബേ? അതിന് അള്ളാഹുവിന്റെ മറുപടിയും അത്ഭുതമാണ്. എന്നെ കാണാൻ കഴിയില്ല എന്നല്ല അള്ളാഹ് പറയണത്, ലൻ ഉറാ എന്നല്ല, എന്നെ ഒരിക്കലും കാണാൻ കഴിയില്ല.
അതല്ല മറുപടി. എന്താ മറുപടി? നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. എവിടെ വെച്ച് കാണാം? സ്വർഗത്തിൽ വെച്ച് കാണാം. നിങ്ങൾക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ പറ്റൂല. അതാ പറഞ്ഞത്, ലൻ തറാനി, ലൻ ലിതഅബീദ് ലിതഅബീദി ദഹരി. ഈ ഭൂമിയുടെ കാലഘട്ടത്തിനിടയിൽ ഭൂമിയിലായിരിക്കെ മൂസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല. അതാണ് ലൻ തറാനി. നിങ്ങളുടെ ജസദിലായി, ശരീരത്തിലായി നിങ്ങൾ നിൽക്കുന്ന ഈ സമയം കാണാൻ കഴിയില്ല. അതുകൊണ്ട് താങ്ങാൻ കഴിയില്ല മൂസ നബിയെ. അപ്പോഴും ചോദിച്ചു, അള്ളാഹു എന്നാലും എനിക്കൊന്ന് കാണിച്ചു തന്നൂടെ എന്ന്. അള്ളാഹുവിന്റെ സംസാരം കേട്ടു സയ്യിദന മൂസ നബി അലൈഹിസ്സലാം. ആ സംസാരം കേട്ട വൃക്ഷം ഇന്നും അവിടെ ഉണ്ട്. 5000 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ചെറിയ ചെടി, ലോകത്തത്ഭുതമായി നിൽക്കുന്ന ഒരു ചെടിയാണിത്. ദ ബേണിംഗ് ബുഷ് എന്നതിന് പറയാം. മിന ഷജറത്തിൽ മുബാറക ജാനിബ ശർഖി. അള്ളാഹുവിന്റെ സംസാരം കേട്ട ആ ഒരു വൃക്ഷം എന്ന് ഖുർആൻ പറയും. ഒരു ചെടി, ഒരു വള്ളിച്ചെടിയാണ്. അത് അവിടെ ഉണ്ടാവുള്ളൂ. സിനാ മരുഭൂമിയിലെ സെയിൻറ്റ് കാത്തറിൻ സിറ്റിയിലെ സെയിൻറ്റ് കാത്തറിൻ ചർച്ചിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. അവിടെ പോയാൽ കാണാൻ വേണ്ടി ഇപ്പുറത്തെ പള്ളിയുണ്ട്, ചർച്ചുണ്ട്. അവിടെ ആ ചർച്ചിൽ വർക്ക് ചെയ്ത, നൂറ്റാണ്ടുകൾ വർക്ക് ചെയ്ത അച്ഛന്മാരുടെ തലയോട്ടി മാത്രമുള്ള ഒരു റൂമുണ്ട്. അതിൽ ഫുള്ള് തലയോട്ടികളാണ്. അവിടെ വർക്ക് ചെയ്ത അവിടുത്തെ ഇമാമാരെന്ന് പറയാൻ പറ്റില്ലല്ലേ, അവിടുത്തെ പാട്രിയാർക്കീസുമാർ, ഫാദർമാർ, അവരുടെ ശവക്കല്ലറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ഉർഫത്തുൽ ജുംജുമ എന്നാ പറയാ. ഇത് ഈജിപ്തിൻ്റെ ഭാഗമാണ്. ഒക്കെ അവിടെ കാണാൻ പറ്റും. ഫുള്ള് തലയോട്ടിയാ, ഒരു റൂം നിറയെ. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ദീനിൻ്റെ ഒരു ബഹുമാനം നോക്കണം. ഒരു മയ്യത്തിനെ എങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്യുക? ആ മയ്യത്തിട്ട് കളിക്കാൻ പറ്റുമോ? തലയോട്ടൊക്കെ കൊണ്ടുവരാൻ പറ്റും? ഇങ്ങനെ ഇസ്ലാമിൽ ചെയ്യാൻ പാടില്ലല്ലോ. അതൊരു ജസദിൻ്റെ ഭാഗം. അതിനെ ഇഹ്തിറാം ചെയ്യണമെന്ന്. ഇരിക്കട്ടെ, ഏതായിരിക്കട്ടെ, അവർക്ക് അവരുടെ ലഹും ദീനുക്കും വലിയ ദീൻ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഈ സംസാരം ഇങ്ങനെ കേൾക്കുകയാണ് അള്ളാഹുവിൻ്റെ. അപ്പോൾ കാണാൻ കൊതിയാവും. ഈ പ്രേമം തുടങ്ങൽ എങ്ങനെയാണല്ലോ, ആദ്യം മിസ് കോളാ വരിക, പിന്നെ മെസ്സേജായി, പിന്നെ അത് ചാറ്റിംഗ് ആയി, പിന്നെ അത് വോയിസായി, പിന്നെ നേരെ വിളിക്കലായി, പിന്നെ എവിടെയെങ്കിലും അപ്പോയിൻമെൻ്റ് ആയി, പിന്നെ തട്ടിക്കൊണ്ടുപോലും, പിന്നെ കുട്ടികളും മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പോകുന്നേ. ഇതിൻ്റെയൊക്കെ തുടക്കം ഈ ശബ്ദമാണ്. പക്ഷെ അതൊരു നല്ല മഹാനായ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാമിൻ്റെത് പവിത്രമായ സൈക്രഡ് ലവ്, പവിത്രമായ സ്നേഹമാണ്. അള്ളാഹു എനിക്ക് നിന്നൊന്ന് കാണണം റബ്ബേ. കഴിയൂല മൂസ നബിയെ, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയൂല, എന്നെ കാണപ്പെടൂല എന്നല്ല അള്ളാഹു പറയാം. അങ്ങനെയാണെങ്കിൽ ലൻ ഉറ എന്ന അള്ളാഹ് പറയാ. അങ്ങനെയല്ല, ലൻ തറാനി, യു കനോട്ട് സീ മീ. അള്ളാഹുവിനെ കാണപ്പെടാത്തത് കൊണ്ടല്ല, അള്ളാഹു അത് കഴിവുള്ളവർക്ക് അള്ളാഹ് കാണിച്ചു കൊടുത്താൽ കാണാൻ പറ്റും. പക്ഷെ മൂസ നബിയെ നിങ്ങൾക്ക് ഈ ഭൗതിക ശരീരത്തിൽ കാണാൻ പറ്റൂല. എന്നാലും എന്നാ പറഞ്ഞ മൂസ നബിയെ, നിങ്ങളുടെ ശരീരം ചെറിയ സാധനല്ലേ, എന്തായാലും ഒരു 100 കിലോ, വലിയൊരു തടിയുള്ള ആളാണ് 130-150 കിലോ. ഒരു മലയുടെ ഭാരം എത്രയാ? ഒരു പർവ്വതത്തിന്റെ ഭാരം എത്രയാ? സീനാ പർവ്വതത്തിന്റെ ഇപ്പുറത്തുണ്ട് ജബലുദ്ദക്ക. ജബലുദ്ദക്ക എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രകാശം, റബ്ബിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ അതങ്ങ് അമർന്നു പോയതാണ്. ആ പർവ്വതത്തിനാണ് ജബലുദ്ദക്ക എന്ന് പറയാ. അത് ഇപ്പോഴവിടെ ഉണ്ട്. ആ പർവ്വതം കാണാൻ പറ്റും. فلما تجلى ربه للجبل جعله دكا وخر موسى صعقا. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തിന്റെ തജല്ലി ആ പർവ്വതത്തിലേക്ക്, മഹാപർവ്വതത്തിലേക്ക് നീങ്ങിയപ്പോൾ ആ പർവ്വതം വിറക്കുകയും കിടുകിടാ വിറക്കുകയും പൊട്ടിത്തരിപ്പണമാവുകയും ചെയ്ത് ഈ കാഴ്ച പോലും കാണാൻ കഴിയാതെ സയ്യിദുന കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ബോധരഹിതരായി വീഴുകയും ചെയ്യുന്നു. നബിയേ, ആ പർവ്വതത്തിന് ഇന്റെ തജല്ലി താങ്ങും. നിങ്ങളുടെ ബോഡിക്ക് എങ്ങനെ താങ്ങാൻ? നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? നിങ്ങളുടെ തടിയേക്കാൾ എത്ര വലുതാ പർവ്വതം, പർവ്വതത്തിന് താങ്ങാൻ പറ്റുന്നില്ല. മൂസാ നബിയുടെ മറുപടി, അള്ളാഹുവേ പുറത്തേരണേ റബ്ബേ, ഞാൻ അറിയാൻ പാടില്ലാത്ത ചോദിച്ചല്ലോ. പക്ഷെ മൂസാ നബി അള്ളാഹിനോട് നേർക്ക് നേരെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്, കാണിച്ചു തരുമോ? അത് ശ്രദ്ധിക്കണേ. കാരണം നുരിയഹൂമിൻ ആയാത്തിന എന്ന ആയത്തിൽ ഇനി വരാൻ പോണത്, ഇസ്രാഈലിന്റെ ആയത്തിൽ അള്ളാഹ് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാൻ നബിതങ്ങളെ. അള്ളാഹ് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇത് കാണാൻ കഴിയുന്നത്. കാരണം ഇതൊരു അത്ഭുത യാത്രയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട്, നിന്നെ ഒന്ന് കാണിച്ചു തന്നൂടെ അള്ളാഹുവേ എന്ന് ചോദിക്കുമ്പോഴേ, അള്ളാഹുവിനെ കാണാൻ ഒരിക്കലും കഴിയില്ല, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹിനെ കാണൂല എന്നായിരുന്നുവെങ്കിൽ ലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽമ്. അപ്പൊ അങ്ങനെ പറയാ, മൂസാ നബിയെ വിവരക്കേട് ചോദിക്കരുത് എന്ന് പറയും. പക്ഷെ മൂസാ നബിയോട് അതൊന്നും അള്ളാഹ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല ഇപ്പോ. അത് നല്ലൊരു മറുപടിയാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഭൂമിയിൽ വെച്ച് എന്നെ കാണാൻ കഴിയില്ല.
അള്ളാഹുവിനെ ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് അവിടെ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ മറുപടി വേറെയാകുമായിരുന്നു. ആ വിഷയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിന്റെ റുഇയത്ത് ഹഖാൻ, അള്ളാഹുവിനെ നാളെ കാണാൻ കഴിയുമെന്നത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി. അള്ളാഹുവിനെ കാണും. എങ്ങനെ? കൈഫിയത്ത് എങ്ങനെയാണ്? ഹൗ ഇറ്റ് വിൽ ഹാപ്പൻ വി കാനോട്ട് എക്സ്പ്ലെയിൻ. പക്ഷേ അള്ളാഹുവിനെ കാണും. The sight of Allah is real. അള്ളാഹുവിന്റെ ഭാഗ്യം നമുക്ക് നൽകട്ടെ. അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ. ഇഹ്സാൻ ചെയ്തവർക്ക് ഹുസ്നയുണ്ട്, നന്മ ചെയ്തവർക്ക് സ്വർഗമുണ്ട്. വസിയാദ, ഏറെയുമുണ്ട് എന്ന് പറഞ്ഞ ഏറെ എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കാണലാണത്രേ. എന്ത് രസായിരിക്കും ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചോനെ കാണുക. ഇപ്പൊ നമ്മളിപ്പോ സൂര്യൻ ഇത്ര വലുപ്പമെന്നൊക്കെ പറഞ്ഞൂലേ, 13 ലക്ഷം ഭൂമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനം, അത്ര വലിയ പാത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കതിന് മുഴുവൻ കാണാൻ പറ്റുന്നില്ല. സൂര്യൻ്റെ ഒറിജിനൽ വലുപ്പം നമ്മൾ കാണുന്നില്ല. ഇല്ല, കാണുന്നുണ്ടോ? നക്ഷത്രങ്ങൾ, നമ്മുടെ കണ്ണുകൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തിടങ്ങളിൽ നക്ഷത്രങ്ങളുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ ഭൂമിയിലെ ദൃശ്യപ്രപഞ്ചത്തെ സാധനങ്ങളാ. അവൻ അള്ളാനെ കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്നൊരാൾ പറഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഒരു അസാംഗത്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ഈ ചെറിയ 2 ഐബോൾ, ഈ കണ്ണ് എന്ന് പറഞ്ഞാൽ എത്ര ചെറിയ സാധനം. നമ്മുടെ മുഖം തന്നെ ചെറുതല്ലേ, നമ്മൾ തന്നെ ചെറുതല്ലേ, അതിൽപ്പെട്ട ഈ 2 ചെറിയ ബോള്, ഇതുകൊണ്ട് എനിക്ക് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് കാണത്തക്ക വിധം അള്ളങ്ങട്ട് ചെറുതാവണം എന്നാണോ നീ പറയുന്നത്? അതല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലല്ലേ അത്? നിന്റെ ഈ കണ്ണിന് ചെറിയ 2, ഇവിടുന്ന് കാസർഗോഡ് നോക്കിയാൽ കാണോ? ഇച്ചിലും കൂടെ പോട്ടെ, ഇപ്പുറത്ത് വേറെ സ്ഥലം ഉണ്ടെന്ന്. ഇവിടുന്ന് ബന്ദിയോട്ട് നോക്കിയാൽ കാണോ? ഇവിടുന്ന് വീഡിയോയിൽ കണ്ടേക്കാം. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാ? ഇതാ നമ്മുടെ കണ്ണ്. എന്നിട്ട് പറയും അള്ളാഹ് എന്നെ കാണണമെന്ന്. എന്താണ് 7 ആകാശലോകം? എന്താണ് ഈ എന്താണ് സ്പേസ്? ഇവിടെയുള്ള ഗോളങ്ങളും കോടാനു ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളൊക്കെ എന്താ? ഇതൊക്കെ സൃഷ്ടിച്ച അദീമായ അള്ളാഹു. അള്ളാഹുവിൻ്റെ കുർസിയും ഈ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചം ഒരു ചെറിയ വട്ടക്കണ്ണിയാണ്. അള്ളാഹുവിൻ്റെ കുർസിയാണ് അനന്തമായി കിടക്കുന്ന മരുഭൂമി. അത് കുർസിയാണെങ്കിൽ അള്ളാഹിൻ്റെ അർശ് എത്രയാണ്? എന്നിട്ട് നമ്മൾ പറയാം അള്ളാഹിൻ്റെ കൺമുമ്പിൽ കാണണമെന്ന്. ആ ചോദ്യം തന്നെ എന്തോ ഒരു ബഹുമാനമില്ലാത്ത ചോദ്യമല്ലേ അത്? എന്നിട്ട് അള്ളാഹ് പറയാണ് എന്നെ കാണിച്ചു തരാം. ദുന്യാവിനെ പറ്റി അള്ളാഹു പറഞ്ഞ വാക്കെന്താ? ഇത് പരീക്ഷണമാണ്. അപ്പോൾ ഒരു എക്സാം നടക്കുമ്പോഴേ ഉസ്താദോ ടീച്ചറോ ഉത്തരം ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. നോക്കി എഴുതിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിക്കൊടുക്കുകയാണ്. കുട്ടികളെല്ലാവരും ജയിക്കണമെന്ന ആഗ്രഹത്തിൽ കോപ്പിടിക്കാൻ വേണ്ടി അധ്യാപകൻ സൗകര്യം ചെയ്ത് കൊടുക്കാൻ സങ്കല്പിച്ചോളൂ. അത് പരീക്ഷ എന്ന് പറയാൻ പറ്റുമോ? ഉത്തരം ഇങ്ങനെ കാണിച്ചു കൊടുത്താലേ? ഉത്തരം കണ്ടിട്ട് എഴുതാൻ വലിയ പരീക്ഷയാണോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് പറയാ അതാ ഞാൻ പടച്ചോനാണ്. അതെന്ത് പരീക്ഷണമാണ്? അങ്ങനെ ഹക്കീമായ അല്ലാഹു ചെയ്യുമോ? ഒരിക്കലും ചെയ്യൂല. നിങ്ങൾക്ക് ഈ ചെടിയും ഈ മരങ്ങളും ഈ ആയിരക്കണക്കിന് തെങ്ങുകളും ഈ മണ്ണും ഈ മണൽത്തരിയും ഈ അന്തരീക്ഷവും ഇതെല്ലാം അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഈ നക്ഷത്രവും ഗോളങ്ങളും സൂര്യനും ചന്ദ്രനും ഈ ആകാശലോകത്തെ താരസമൂഹങ്ങളും മേഘപടലങ്ങളും സമുദ്രവും അവിടുത്തെ മത്സ്യങ്ങളുമെല്ലാം. നമ്മുടെ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കാര്യമായിട്ടൊന്ന് സഹായിക്കണേ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്തിലാക്കട്ടെ. എല്ലാവരും ഒന്ന് സഹായിക്കും. നന്നായിട്ടൊന്ന് സഹായിക്കും. ഒന്ന് സ്വലാത്തുല്ലിരിക്കണം. 3 സ്വലാത്തുല്ലിരിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോളൂ. അപ്പോൾ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. വലത്തുള്ള ആൾ ഇടത്തോട്ട് മാറി, ഇടത്തുള്ള ആൾ വലത്തോട്ട് മാറുക. അങ്ങനെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിരിക്കുക. ഒന്ന് എഴുന്നേറ്റോളൂ. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ബിസ്മില്ലാ. സ്റ്റേജ് മുകളിലിരുന്ന് എഴുന്നേൽക്കേണ്ട. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി. അപ്പുറം ഒന്ന് മാറിയിരുന്ന് നോക്കി. ഒന്ന് ഒരു ഉന്മേഷം, ഒരു ഉണർവ് കിട്ടാനായി. ഇരുന്നോട് തന്നെ ഇരിക്കാതെ എന്ത് ചെയ്യുക? ഒന്നുകൂടെ മാറി കൊടുക്കുക.
അത് സുന്നത്തും ഫർളൊന്നും അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ അതൊരു ഒരു 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 ഉന്മേഷം കിട്ടാൻ നല്ലതാണ്. ഒരു ചെറിയൊരു ഡിഫറൻറ്റ്. പിന്നെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ചെയ്യുക? അവരോട് ഐക്യം പ്രഖ്യാപിച്ച് ഞാനും നിൽക്കുക തന്നെയാണ്. പക്ഷേ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം വല്ല വകുപ്പുണ്ടെങ്കിൽ നമ്മുടെ സംഘാടകർ കുറച്ച് കസേര എവിടെന്നെങ്കിലും ഇല്ലെങ്കിൽ കുറച്ച് പേപ്പറോ എന്തെങ്കിലും കൊടുത്ത് ഇരിക്കാൻ സൗകര്യം ചെയ്യണേ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ രാത്രി 27 റജബിൻ്റെ 27 രാവാണ്. നാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശുദ്ധമായ ഒരു രാത്രിയെ സാക്ഷിയാക്കി നമ്മൾ നോമ്പെടുക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ മൻ സ്വാമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റാ. റജബ് 27 നോമ്പ് ഒരാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അല്ലാഹു തആല 60 മാസങ്ങളുടെ നോമ്പിൻ്റെ പ്രതിഫലം നൽകുമെന്ന് ഒരു ഹദീസാണ് അതിന് ഉലമാ തെളിവായി ഉദ്ധരിക്കുക. ഈ ഹദീസിനെ സംബന്ധിച്ച് അതിൽ ദുഅഫുണ്ട് എന്ന് പറയുമെങ്കിലും ഫളായിലുൽ അഅമാൽ, അമലുകളുടെ ശ്രേഷ്ഠതകൾ വിവരിക്കാൻ വേണ്ടി ഇത്തരം ഹദീസുകൾ ഉദ്ധരിക്കുന്നതിനോ ആശ്രയിക്കുന്നതിനോ ഒരു വിഷയവുമില്ലെന്നാണ് ഫുഖഹാഇൻ്റെ മസ്അല. അതുകൊണ്ടാണ് അങ്ങനെ നോമ്പിനെ സംബന്ധിച്ച് പറയാൻ കാരണം. അത് വളരെ സ്വഹീഹായ പ്രബലമായ ഹദീസായതുകൊണ്ടല്ല. പക്ഷേ ദഈഫാണെങ്കിൽ തന്നെയും അതിൽ ദുഅഫുണ്ടെങ്കിൽ തന്നെയും ഫളായിലുൽ അഅമാലിന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ്. അതാണ് നമ്മുടെ ഫിഖഹിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെ പറയാം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരെ സംബന്ധിച്ച് ഇമാം ഖറാഫി തങ്ങൾ ഉദ്ധരിക്കുന്നത്, ഇമാം ഇബ്നു ഹബീബ് തങ്ങൾ, അതുപോലെ തന്നെ ഇമാം ഖലീൽ എന്നവർ, അങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ ഇമാം അൽ ഗസാലി, ഇവരൊക്കെ ഈ വിഷയത്തിൽ സുന്നത്താണ് അല്ലെങ്കിൽ ആ പ്രബലമായി നോമ്പെടുക്കണം എന്ന് പറഞ്ഞ ഇമാമിയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഒരു തെളിവും പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെ ധാരാളമാണ്. അല്ലാഹു തആല നമുക്ക് നാളെ നോമ്പനുഷ്ഠിക്കണം, ഒരുപാട് ഇബാദത്ത് ചെയ്യണം. ഈ രാവ് ശ്രേഷ്ഠമായ രാവാണ്. ഈ രാവിൻ്റെ മഹത്വവും ആശയവും ഒക്കെ ഉൾക്കൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ നമുക്ക് അടുക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഇസ്രാഇൻ്റെ ആരംഭത്തിലാണ് നിൽക്കുന്നത്, ആരംഭത്തിലാണ്. ഇനി ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. അസ്റാ ബി അബ്ദിഹി ലൈല. അള്ളാഹുവിൻ്റെ റസൂലിനെ അബ്ദ് എന്നാണ് അള്ളാഹു തആല വിളിക്കുന്നത്. അവിടെ എൻ്റെ അബ്ദ്, എൻ്റെ അടിമയായ നബി തങ്ങളെ. എന്തിനാണെന്നറിയോ? ഇത്ര വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക്, മഖാമിലേക്ക് നബി ഉയർത്താൻ കൊണ്ടുപോവുകയാണ് അള്ളാഹു തആല. അള്ളാഹുവിനെ തന്നെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ സിദ്റത്തുൽ മുൻതഹ എന്ന ഈ ലോകത്തിൻ്റെ അവസാനത്തെ ഒരു ലാസ്റ്റ് പോയിന്റാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഈ ദൃശ്യപ്രപഞ്ചം അവിടെ അവസാനിക്കുകയാണ്. ആ ഒരു മുൻതഹായുടെ അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് നബി തങ്ങൾ അള്ളാഹു കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ പോകുമ്പോ ഹബീബായ നബിയെ അങ്ങ് അള്ളാഹുവിന്റെ മുമ്പിൽ താഴ്മ കാണിക്കണം. അതിനാണ് നബി തങ്ങളെ അബ്ദ്, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് അള്ളാഹു പറയാൻ കാരണം എന്നാ. നമ്മൾ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജി മെമ്പറൊക്കെ ആവും, പക്ഷെ എന്ത് ചെയ്യരുത്? പൊങ്ങരുത്. നമുക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാരിപ്പം നമ്മളെ കേൾക്കാൻ വരികയോ നമ്മുടെ കൂടെ ഇരിക്കുകയോ നമ്മളെ സ്നേഹിക്കുകയോ നമ്മുടെ ചങ്ങാതിമാരായിട്ട് കുറേ കൂടുതൽ ആൾക്കാരുണ്ടാവേ, നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടാവേ, കുറേ ലൈക്കും ഷെയറും ചെയ്യേ, ഇതിലൊന്നും പൊങ്ങാൻ നിൽക്കരുത്. നമുക്കൊരു വില ടച്ചാൽ മതി. ആ വിലയുടെ അപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ ആരാണ്? നമ്മൾ അബ്ദാണ്. മനുഷ്യന്മാർ എല്ലാവരും കൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ, നമ്മൾ പൊങ്ങരുത്. നമ്മൾ നമ്മളായിട്ട് നിൽക്കണം. നമ്മൾ അബ്ദാണ്, അള്ളാഹിൻ്റെ അബ്ദാണ്. ഞാൻ വലിയ ആളാണ്, കഴിഞ്ഞു. അത് പറഞ്ഞ ആളാണ് ഖാറൂൻ. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഇതൊക്കെ എൻ്റെ കഴിവല്ലേ, ഞാനല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. പിടിച്ചെടു താഴ്ത്തി അല്ലാഹു തആല. ഫറോവത് പറഞ്ഞു അന, ഞാൻ. ഈ ഞാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അസുഖം ഉണ്ടെന്നാ. ഒരു മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ 5 തവണ ഞാൻ എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴേ, ഒരു മിനിറ്റ് സംസാരത്തിനിടയിൽ ഞാൻ അവിടെ പോയി, ഞാൻ ഇത് ചെയ്തു, ഞാൻ 5 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ആൾക്ക് മനസ്സിന് ഒരു കുഴപ്പമുണ്ടെന്നാ. എന്ന് പറഞ്ഞാൽ മിനിമം താൻ പൊക്കണ ഒരു സ്വയം പൊക്കി എന്നൊക്കെ പറയില്ലേ, SP എന്ന് പറയില്ലേ, ആ അസുഖമെങ്കിലും ആ മനുഷ്യനുണ്ടാവുന്ന. ഇതൊന്നും വേണ്ട. അബ്ദാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പച്ചയായ അടിമയാണ് ഏത് സ്ഥാനത്തെത്തിയാലും. അതുകൊണ്ട് പറയാണ് നമ്മുടെ പള്ളി കമ്മിറ്റിയും ഇവിടുത്തെ സംഘടനകളുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ ഉണ്ടാവും. പല സംഘടന ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു നേതൃത്വത്തിൽ വരെ ഞാൻ ഇപ്പം ആരാന്ന് ആൾക്കെന്നെ തോന്നുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യാ? അബ്ദാൻ, നമ്മൾ അള്ളാഹിന്റെ അടിമയാണ്. എന്താ അടിമ എന്ന് പറഞ്ഞാൽ?
ഉടമസ്ഥൻ എന്തു ചെയ്താലും എന്തു പറഞ്ഞാലും സംഅൻ വതാഅ, ഉടമസ്ഥന്റെ കീഴിലാണ് നിൽക്കുന്നത്. അള്ളാഹു ഉടമസ്ഥനാണ്, നമ്മൾ അടിമയാണ്. അതുകൊണ്ട് നബിയെ അൻ തവാദഅ ലില്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചതാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് റബ്ബ് തആലയുടെ ഒരു ഓഫർ, നബിയേ അങ്ങയെ നാം ഒരു നബിയുൻ മുർസലായി, ഒരു മിസ്കീനായി നബിയായി ജീവിപ്പിക്കണമോ? അതല്ല നബിയെ അങ്ങേക്ക് മരണമില്ലാത്ത ജീവിതം, ലോകാവസാനം വരെ അധികാരവും സമ്പത്തും ആയുസ്സും തരാം, നബിയെ നിങ്ങൾക്ക് വേണോ എന്ന് 2 ഓഫർ നബിന്റെ മുമ്പിൽ വരുമ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞതാണ് അൻ തവാദഅ ലില്ലാഹ്, നബിയേ ആ വിനയവും താഴ്മയും തന്നെ നിൽക്കി നബിയെ. ഇപ്പൊ പറഞ്ഞതാണ് നബിയൻ വ റസൂല, എനിക്ക് റസൂലായി ഒരു പാവമായ അബ്ദായി ജീവിച്ചാൽ മതി, രാജാധികാരം പൈസയൊന്നും വേണ്ട. അസ്റാബി അബ്ദി, ഇത്ര വലിയ യാത്ര പോകുമ്പോ അബ്ദാണ്, 4 കാശ് കയ്യിൽ കിട്ടുമ്പോൾ സ്വഭാവം മാറുന്ന ആൾക്കാരില്ലേ? പിന്നെ പഴയ ചങ്ങാതിമാരെ കാണാൻ പേർക്ക് പറ്റില്ല, കാരണം സ്റ്റാൻഡേർഡിന് ഒക്കണില്ല. പിന്നെ ഇവിടെ ഒന്നും ഇച്ചിലും കൂടെ ഒന്നും അവർക്ക് ചായ കുടിക്കാൻ പറ്റിയ സ്ഥലങ്ങളില്ല. പിന്നെ ചായ കുടിക്കണമെങ്കിൽ എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം, അവിടെ പറ്റിയ കമ്പനിയുള്ളൂ. എന്താ ചെയ്യുക, ലെവല് മാറിയതൊക്കെ പറയില്ലേ? അങ്ങനെ ഒരിക്കലും മാറരുത്. അബ്ദാൻ, നമ്മൾ അള്ളാഹുവിൻ്റെ അബ്ദാൻ. അതുകൊണ്ടാണ് അല്ലാഹു തആലക്ക് അവിടെ വേണമെങ്കിൽ സുബ്ഹാനല്ലദി അസ്റാ ബി മുഹമ്മദിൻ അങ്ങനെ പറയാമായിരുന്നു, അസ്റാ ബി റസൂലിഹി എന്ന് പറയാം. അതൊന്നും പറയാതെ അസ്റാ ബി അബ്ദിഹി. അതിന് തൊട്ട് മുമ്പുള്ള സൂറത്ത് ഏതാ? സൂറത്തുൻ നഹ്ലാണ്. ആ സൂറയുടെ അവസാനത്തെ ആയത്തും ഈ സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തും തമ്മിലൊരു ബന്ധമുണ്ട്. സൂറത്തുൻ നഹ്ല് മുസാഫിന്റെ അടുത്ത് നോക്കി, അവസാനത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അങ്ങനെ തൊട്ടുമുമ്പുള്ള ആയത്തും ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ ആദ്യവും തമ്മിൽ ബന്ധം. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. ആരൊക്കെയാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, ആരൊക്കെയാണോ നന്മ ചെയ്ത് ജീവിക്കുന്നത്, ഹൃദയത്തിൽ ആർക്കാണോ നന്മയുള്ളത് അവരുടെ കൂടെയാണ് അല്ലാഹു. ഹൃദയത്തിൽ ദേഷ്യാണ്, വൈരാഗ്യാണ്, ഭയങ്കര വിഷയമാണ്. അല്ലാഹു കൂടെ ഉണ്ടാവില്ല, അല്ലാഹു കൂടെ ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാരും സിന്ദാബാദിനൊക്കെ ആളുണ്ടാവും, അല്ലാഹു ഉണ്ടാവില്ല. മൻ വജദ് മൻ ഫഖദ അല്ലാഹ്. അല്ലാഹനെ കിട്ടാഞ്ഞാ പിന്നെ എന്ത് കിട്ടാനാ? അല്ലാഹനെ കിട്ടിയാൽ മാദാ ഫഖദ്, എന്ത് നഷ്ടപ്പെടാനാണ്? അല്ലാഹനല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് പുണ്യ നബി തങ്ങളുടെ യാത്രയിലെ ഈ ഹൃദയം കഴുകി എന്ന് പറഞ്ഞില്ലേ, ഇത് നിസ്കാരം പഠിപ്പിക്കാൻ കൊണ്ടുപോയ യാത്രയാണ്, അള്ളാഹുവിൻ്റെ ജലാലിയത്ത് കാണാനുള്ള യാത്രയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് വസ്ത്രം, ശരീരവും സ്ഥാനവും ഒക്കെ വൃത്തിയാവണം, ഖിബലയിലേക്ക് തിരിയണം, ഇതൊക്കെ വേണം. പിന്നെന്ത് വേണമെന്നറിയോ? ഖൽബ് ഹൃദയം നന്നാവണം. വൈരാഗ്യം, ദേഷ്യം, പക, ഇപ്പോൾ അതൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹ് അങ്ങനെ തന്നെ ആക്കട്ടെ, കുറഞ്ഞ് ഇല്ലാതായി പോട്ടെ. ഞാൻ 2016 ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടത്. ഒരു വെള്ളിയാഴ്ച ദിവസം, അന്ന് ഇവിടെ ചെറിയ കുഴപ്പം നടക്കുന്ന സമയമാണ്. അന്ന് കാര്യങ്ങളൊക്കെ റാഹത്തായി എന്ന് എനിക്ക് കേൾക്കണം. അന്ന് കുറച്ച് ചിരി കൊമ്പ് കോർക്കാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നാ. ഒന്നുകിലും മരിച്ചു പോയിട്ടുണ്ടാവില്ല, നന്നായിട്ടുണ്ടാവും. മരിച്ചു പോയിക്കണേ അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അന്നിപ്പോൾ ഞാൻ വന്ന് ഖുതുബ ഓതാൻ വിടൂല, മുമ്പർ മറിച്ചിടുന്നോ അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വന്ന് ജുമാക്ക് ശേഷം നമ്മൾ പ്രസംഗിച്ചു പോയി. പക്ഷെ എനിക്കറിയായിരുന്നു ഇവിടെ കാര്യമായൊരു പ്രശ്നം, 2 സംഘടന തമ്മിൽ നടക്കുന്നുണ്ട് എന്ന് എനിക്കെന്നറിയാം. 2016 കഥയാണ്. ഇപ്പോൾ കൊല്ലത്രയായി, 7 കൊല്ലമായി. ഒരു കാര്യമില്ല, നിങ്ങൾ അള്ളാൻ്റെ പള്ളിക്ക് വേണ്ടിയോ ഒരു പണിയെടുത്തിട്ടും കാര്യമില്ല. ഖൽബിൽ ഈ പകയും ദേഷ്യവും ഉണ്ടോ, ഒന്നും അള്ളാഹ് സ്വീകരിക്കൂല. പിന്നെ ആർക്കാ പിന്നെ ഈ കാട്ടിക്കൂട്ടണത്? ഒരു മുഅ്മിനായ മനുഷ്യനോടൊരു വെറുപ്പ് വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞതേ, അന്ന് നാട്ടിൽ ഇവിടെ ഒരു പ്രശ്നം അന്നുള്ളൊരു സമയമാണ്. അതൊരിക്കലും ഒരിടത്തുണ്ടാവരുത്. നമ്മൾ അള്ളാഹിൻ്റെ ദീനിൻ്റെ ആൾക്കാരല്ലേ, ഇവിടെ ദീനല്ലേ പറയാം, ആലിമീങ്ങളും ഉസ്താദുമാരും അല്ലേ. പിന്നെ എന്തിനു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടി? എന്തിനിത്? ഒരിക്കലും ചെയ്ത് നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരു മനസ്സാണ്.
ആ ഒരു ഹൃദയം ശുദ്ധി നമ്മുടെ കൽബിനില്ലെങ്കിൽ എന്തിന് ഇസ്രാ മിഅ്റാജിന്റെ കഥ കേൾക്കാൻ നിൽക്കണം? അള്ളാഹിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത് കൽബ് കഴുകിയിട്ടാണ്. നമ്മളിങ്ങനെ ഇരിക്കുക, ഞാൻ കാണിച്ചു കൊടുക്കുക, അടുത്ത ഊഴ വരട്ടെ. ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഒരു പൊരുത്തപ്പെടിക്കല്, വല്ലാത്ത രസമല്ല പൊരുത്തപ്പെടിക്കല. ഞാൻ പോയി വരുന്ന വരെ ഒന്നും ചെയ്യൂല കേട്ടോ എന്നതിനർത്ഥം. പോയി വന്നാൽ ഞാൻ പഴയ പോലെ തന്നെ ആയിരിക്കുന്നു. ഒരു കാര്യമില്ല. ആ ഹജ്ജും സ്വീകരിക്കൂല, ഉംറയും സ്വീകരിക്കൂല. നിങ്ങൾക്ക് മാറ്റം വന്നില്ലല്ലോ. കൽബ് ശുദ്ധി, അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ല. കൽബ് ശുദ്ധിയാവാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിസ്കാരം അള്ളാഹ് സ്വീകരിക്കുമോ? കൽബിൻ്റെ ഉള്ളിൽ മുഴുവൻ ദേഷ്യ. മുപ്പര കണ്ടൂടാ, എനിക്ക് മുപ്പരോട് ദേഷ്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനോട് ഇങ്ങനെ തോന്നിയാൽ തന്നെ അള്ളാഹ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അത് പിന്നെ ഒരു കൂട്ടം ആളുകളോടാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. അപ്പൊ മുഅ്മിനെ, ഇസ്രാ മിഅ്റാജ് കഥ കേട്ടു പോകാനുള്ള ചരിത്രമല്ല. കൽബ് ഇന്നൊക്കെ രാത്രിക്ക് ഈ സെക്കൻഡിൽ നിങ്ങളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോടൊരു പ്രതിജ്ഞ ചെയ്യും. ഒരു മുഅ്മിനായ മനുഷ്യൻ കലിമ ചൊല്ലിയ ഖിബ്ലയിലേക്ക് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോടും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല റബ്ബേ. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അത് ചെയ്താൽ നിങ്ങൾ എന്ത് കുരുത്തക്കേടുണ്ടെങ്കിലും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരോടും വെറുപ്പില്ലാത്ത ഒരു ഹൃദയവുമായിട്ടാണ് വന്നതെങ്കിൽ, ശുദ്ധമായ കൽബാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സ്വീകരിക്കുന്നതാണ്. അല്ലേ നിസ്കാരത്താഴ്മൊക്കെ എമ്പാടുണ്ട്. പക്ഷേ അങ്ങോട്ട് ഫിത്തന കാട്ടലും, അങ്ങോട്ട് മൂപ്പിക്കലും, ഇവിടുന്ന് പാരവെക്കലും, കാലുവലിക്കലും ഇതിൻ്റെ ഉസ്താദായിരുന്നു. എന്താ കാര്യം? ഒരു കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണേ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി. മിമ്പറിൽ ഇങ്ങനെ കേൾക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചയും, അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ നിങ്ങൾ തഖ്വ ചെയ്യണമേ. നമ്മളെന്താ കാണിക്കണത്? തഖ്വയാണോ? അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച പാവ മുഅ്മിനീങ്ങളായിട്ട് മാറും. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ സജ്ജനങ്ങളാണ്, നല്ല മനുഷ്യരാണ്. ഖൽബ് അലാ വഹിയൽ ഖൽബ്. ഇത് ശുദ്ധമല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം മോശമാണ്. അത് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ ശുദ്ധമാണ്. അലാ വഹിയൽ ഖൽബ്. അറിയണേ, അത് ഹൃദയമാണ്. ആ കൽബാണ് ഹബീബിൻ്റെത്. സംസം കൊണ്ട് കഴുകുകയും ഈമാനും ഹിക്മത്തും കൊണ്ട് നിറച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ടാണ് ആ യാത്ര കൊണ്ടുപോയത്. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ ഒതുടുക്കണ കൂടെ എന്ത് ചെയ്യണം? കൽബും കൂടെ ഒന്ന് കഴുകണം. ഓരോ ദിവസവും ഓരോ നേരവും നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരും. പല ആളുകളോടും വെറുപ്പ് തോന്നാം. അതൊക്കെ ഇബ്ലീസാണ്. ഇബ്ലീസിന് അതാ വേണ്ടത്. മൂപ്പർക്ക് വെറുപ്പിക്കല പരിപാടി. നന്നാക്കൽ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളും അത് ചെയ്യുള്ളൂ. നന്നാവണമെന്ന് പറയൽ സ്വാലിഹീങ്ങളുടെ ജോലിയാണ്. മലക്കുകളാൽ ഉത്ബുദ്ധരാകുന്ന ആളുകളുടെ ജോലിയാണ്. അല്ലാത്തത് പിശാചുക്കളുടെ ജോലിയാണ്. നമ്മൾ ആരുടെ കൂടെ നിൽക്കണം? മലക്കിൻ്റെ കൂടെ നിൽക്കണം. ആരുടെ കൂടെ നിൽക്കരുത്? പിശാചിൻ്റെ കൂടെ നിൽക്കരുത്. ആ പിശാചിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് കച്ചറയും പ്രശ്നങ്ങളും ഉന്തിയിടലും വലിച്ചിടലും മിമ്പർ വന്ന് താഴട്ടടിക്കലും. എന്താ റബ്ബേ, അങ്ങനെയൊന്നും ഉണ്ടാവരുത് ഒരിക്കലും. ഒരിടത്തുമില്ലാതിരിക്കുക. എപ്പൊക്കെ തീർന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പം അങ്ങനെയൊന്നുമില്ല. പണ്ടൊക്കെ അൽഹംദുലില്ലാ റബ്ബേ. അള്ളാഹ്ക്ക് ഒരുപാട് സ്തുതി, ഒരുപാട് മാറ്റായിട്ടുണ്ട്. ഇനി നിശേഷം എല്ലാ വെറുപ്പും അങ്ങോട്ട് എടുത്തു മാറ്റി നമ്മൾ ഒന്നായിട്ട് നിൽക്കി. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ ഖൈറിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അള്ളാഹു ഏതൊരു മസ്ജിദിൻ്റെ ചുറ്റുമാണോ ബറക്കത്ത് ചെയ്തിരിക്കുന്നത്, ആ മസ്ജിദിലേക്ക് സ്വന്തം ഹബീബിനെ അള്ളാഹു യാത്രയാക്കിയ പടച്ചതമ്പുരാൻ ഏറ്റവും മഹോന്നതനാണ്. അള്ളാഹു മഹോന്നതനാണ്. ഏതാണ് മസ്ജിദുൽ അഖ്സ എന്നറിയുമോ? എവിടെ നിന്നാണ് ഈ യാത്ര? മക്കയിൽ നിന്ന്. മക്കയിലെ കഅബയും മസ്ജിദുൽ ഹറാം കണ്ടോലൊക്കെ ഒന്ന് കൈപൊക്കിയാട്ടെ. മക്കത്ത് പോയോര് എല്ലാവരും കൈപൊക്കി, പോയോര് കൈപൊക്കിയാൽ മതി. അൽഹംദുലില്ലാ. പോകാത്തവർക്കും ഇനി പോയവർക്കും ഒരുപാട് തവണ എത്താൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ദുന്യാവിൽ പൈസ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര നല്ല ഖൈറായൊരു സ്ഥലം വേറെ ഏതാ ഉള്ളത്? മക്കയും മദീനയും. മൂന്നാമത്തേത് അൽ മസ്ജിദുൽ അഖ്സ. രണ്ട് നബിമാർ, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, അവരുടെ മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം, ഈ രണ്ട് നബിമാർ പടുത്തുയർത്തിയതാണ് കഅബാലയം. പോണ സ്ഥലോ അത് രണ്ട് നബിമാരുണ്ടാക്കിയതാ. ആരാണത്? മസ്ജിദുൽ അഖ്സ. അതിൻ്റെ അടിത്തറ പാകിയത് ഇബ്രാഹിം നബിയാണ്. കഅബന്റെ അടിത്തറ പാകിയത് ആരാ? ആദം നബി. പുനരുദ്ധാരണം ചെയ്ത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും. മസ്ജിദുൽ അഖ്സ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം എടുത്ത പള്ളിയാണത്. ഇബ്രാഹിം നബി വഫാത്താകുന്നത് 200-ാമത്തെ വയസ്സിലാണെന്നാണ്. 200 കൊല്ലം ജീവിച്ച നബിയാണ് നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവരുടെ മഖാമുള്ളത് ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ ചെന്നാൽ അവിടെ സിയാറത്ത് ചെയ്യാൻ പറ്റും ഇബ്രാഹിം നബിയെ.
ഇസ്ഹാഖ് നബിൻ്റെ അവിടെ ഇസ്ഹാഖ് നബിൻ്റെ ഭാര്യ റിഫ്ഖ ബീവി ഉണ്ട്, സാറാ ബീവി ഉണ്ട്, ഇബ്രാഹിം നബിൻ്റെ ഭാര്യ ഇസ്ഹാഖ് നബിൻ്റെ ഉമ്മ സാറാ ബീവി ഉണ്ട്, അവിടെ യാക്കൂബ് നബി ഉണ്ട്, പള്ളി കയറി ചെല്ലിനോട് തന്നെ വലതു ഭാഗത്ത് യൂസുഫ് നബി ഉണ്ട്. എന്താ ആരൊക്കെ എത്ര നബിമാര്! അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ബാറക്നാ ഹൗലഹു, ഏതൊരു മസ്ജിദിന്റെ ചുറ്റുമാണോ നമ്മൾ ബറക്കത്ത് ചെയ്തിരിക്കുന്നത് ആ പള്ളി. അപ്പൊ ചുറ്റും ഇത്ര ബർക്കത്തുണ്ടെങ്കിൽ ആ പള്ളിന്റെ ബർക്കത്ത് എത്രയായിരിക്കും? ചുറ്റും ഇങ്ങനെയാണ്. ഏതുപോലെ സുബ്ഹി നിസ്കാരത്തിന്റെ സുന്നത്ത് റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ലോകത്തെ ഏറ്റവും വലിയ പൈസക്കാരന്റെ കയ്യിലുള്ള കാശിനേക്കാളും വലിയ പൈസക്കാരൻ ബിൽ ഗേറ്റ്സോ എലോൺ മസ്കോ ആരോ ആവട്ടെ, ഒന്നുമല്ല. ഫജ്റിന്റെ സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ദുന്യാവിലെ സർവമാന ബാങ്കിലുള്ള കാശും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എന്താണ് അവസ്ഥ? അതിനേക്കാളും ഖൈറാണ് ഈ 2 റക്അത്ത് സുന്നത്ത്. അത് സുന്നത്തിന് ഇത്ര കൂലി ഉണ്ടെങ്കിൽ സുബ്ഹി എന്ന ഫർളിന്റെ കൂലി എത്രയായിരിക്കും? അതന്നാണ് പറഞ്ഞിരുന്നത്. സുന്നത്തിന് ഇത്ര കൂലി ഉണ്ട്, ഒരു ഗേറ്റ് ഇങ്ങനെയാ, പിന്നെ പേരെന്തായിരിക്കും അവസ്ഥ? സുന്നത്ത് ഇങ്ങനെയാണ്, ഫർൾ എന്തായിരിക്കും? ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും ബർക്കത്താ. അപ്പൊ ബൈത്തുൽ മുഖദ്ദസിന്റെ ബർക്കത്ത് എത്രയാ? അതിന്റെ ചുറ്റുമാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ കിടക്കുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മഖാമുണ്ട് അവിടെ. ദരീഹും ഖബർ അവിടെ തന്നെയാണോ അല്ല, അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒന്ന് ചിലപ്പോൾ പറയും യാഫയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹിബ്രോൺ കയറി വരുമ്പോൾ അവിടെ സ്ഥലമുണ്ട്, അവിടെയാണ് യൂനുസ് നബിന്റെ മഖാമുണ്ട്. അവിടെ മഖാമും ഖബറും രണ്ടായിട്ട് മനസ്സിലാക്കപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പോൾ ചിലപ്പോൾ മഖാമുകൾ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും, അവിടെ ഖബർ പോലെ ഉണ്ടാവും, പക്ഷെ അവർ ഇബാദത്ത് ചെയ്ത സ്ഥലമായിരിക്കും. അവിടെ ദരീഹ് എന്ന് പറയുന്നിടത്ത് അവരുടെ ബോഡി ശരീരം മറവ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെയുണ്ട്, മഖാമും ദരീഹും ഉണ്ടാവും. നമുക്കിന്ന് സാധാരണ മഖാം എന്ന് പറയുമ്പം മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ മഖാം എന്ന് പറയാം. പക്ഷേ അറബ് നാടുകളിലൊക്കെ മഖാമുകളുണ്ട്. ഒരു നബിക്ക് തന്നെ ഒരുപാട് മഖാമുകളുണ്ട്, അയ്യൂബ് നബിക്ക് ഒരുപാട് മഖാമുകളുണ്ട്, യൂനുസ് നബിക്ക് ഒന്നിലേറെ മഖാമുകളുണ്ട്. മറവ് ചെയ്യപ്പെട്ട സ്ഥലം ഒന്നായിരിക്കും, മറ്റേതൊക്കെ അവർ ഇബാദത്തിനിരുന്ന സ്ഥലങ്ങളാണ്. അങ്ങനത്തെ അവിടെയൊക്കെ സിയാറത്തിന് വേണ്ടി അവിടെ മഖാമുകളെ പോലെ ഉണ്ടാക്കാറുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. ഏതായിരുന്നാലും യൂനുസ് നബി, തൊട്ട് താഴെ മൂസാ നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ കഴിഞ്ഞ് വരുമ്പോഴേ സീനാ മല കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബത്ലഹേമിലൂടെയാണ് നബി തങ്ങൾ വരുന്നത്. അത് ആരുടെ നാടാണ്? ബത്ലഹേം, ബൈത്തുലഹം. ബൈത്തുലഹം അറബിൽ അങ്ങനെ പറയാം, ഇറച്ചിക്കട എന്ന വാക്കിനർത്ഥം ബൈത്തുലഹം. അതാണ് ബത്ലഹേം എന്നായി മാറിയത്. ബത്ലഹേം അത് ബൈത്തുലഹമാണ്. അത് ആരുടെ സ്ഥലമാണ്? നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബിന്റെ സ്ഥലമാണത്. അവിടെ കണ്ടിട്ടുണ്ട്. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബിയെ കണ്ടു, മെലിഞ്ഞിട്ടാണ്, നീളമുണ്ട്, മെലിഞ്ഞിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് നബി തങ്ങൾ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയാക്കന്മാരെ മുഴുവനും അവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുക. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും കിടക്കുന്ന നബിമാരിൽ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ജെറൂസലേമിന്റെ പുറത്താണ്. ജെറൂസലേമിലേക്ക് എത്തിക്കണമെന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം ബൈത്തുൽ മുഖദ്ദസിന്റെ ജെറൂസലേമിൽ എത്തുന്നതിന്റെ മുമ്പ് വഫാത്താകാനാണ്. അങ്ങനെ മൂസാ നബിയുടെ ഖബറുള്ളത് ജെറൂസലേം ആ ഒരു ഏരിയക്ക് പുറത്താണ്. പക്ഷെ അടുത്തന്നെ ബൈത്തുൽ മുഖദ്ദസ് എന്ന് ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഈജിപ്തിലേക്ക് പോവുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഖാം വലത് ഭാഗത്ത് കാണും, അങ്ങനെ പോകാൻ കഴിയുള്ളൂ. ഗുഡ് സമാരിറ്റൻ എന്ന് പറഞ്ഞൊരു വഴിയുണ്ട് അവിടെ, സാമിരിൻ്റെ പേരിൽ ഗുഡ് സമാരിറ്റൻ. സാമിരിയുൽ ഖൈർ എന്ന വാക്കിനർത്ഥം എങ്ങനെ കിട്ടിയെന്ന് അല്ലാഹു അലാ പേര്. അതായത് ആ വഴിയാണ് മൂസാ നബിൻ്റെ മഖാം. അവിടെ എഴുതിയിട്ടുണ്ട്, അതാ മഖാമുൻ നബി മൂസാ അലൈഹിസ്സലാം. മൂസാ നബിൻ്റെ മഖാമാണ് ഇവിടെ. ആ ഹൈവേയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ ദാവൂദ് നബിയുണ്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ തൊട്ടടുത്ത്. ദാവൂദ് നബി ബൈത്തുൽ മുഖദ്ദസിന്റെ അതേ കോമ്പൗണ്ടിലുണ്ട് സുലൈമാൻ അലൈഹിസ്സലാം. പക്ഷെ എവിടെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഉള്ളിലാണെന്നാണ്. പിന്നെയുണ്ട് തൊട്ടിപ്പുറത്ത് ജോർഡാനിന്റെ ബോർഡർ, ഫലസ്തീനിന്റെ ജോർഡാനിന്റെ ബോർഡർ, അതാണ് അമ്മാൻ. അമ്മാനിന്റെ പരിസരത്താണ് വാദി ഷുഐബിലുണ്ട് ഷുഐബ് നബി അലൈഹിസ്സലാം. അവിടെയുണ്ട് യൂഷഅ ബിൻ നൂൻ അലൈഹിസ്സലാം. ഇതൊക്കെ ആകെ 30 കിലോമീറ്റർ ദൂരത്തെ കിടക്കുന്നത്. പിന്നെ ഹിബ്രോണിൽ അംബിയാഇന്റെ
മഹാനേതാക്കന്മാരുടെ സംഗമസ്ഥാനം. ഒരു പള്ളിൻ്റെ ഉള്ളിലാണ് ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും. വാപ്പ യൂസുഫ് നബി, അവരുടെ വാപ്പ പിന്നെ യാക്കൂബ് നബിൻ്റെ വാപ്പ ഇസ്ഹാഖ് നബിൻ്റെ ഉപ്പ ഇബ്രാഹിം നബി. 4 നബിമാർ ഒരുമിച്ചൊരു പള്ളിൻ്റെ ഉള്ളിലാണ്. അൽ മസ്ജിദുൽ ഖലീൽ, അൽ മസ്ജിദ് അൽ ഹറമുൽ ഖലീലി, ഇബ്രാഹിം നബിൻ്റെ ഹറം എന്ന് പറയും ആ ഒരു പള്ളിക്ക്. അവിടെ സാറാ ബീവി ഉണ്ട്, റിഫ്ഖ ബീവി ഉണ്ട്. മാഷാ അല്ലാഹ്, ഇതൊക്കെ ഉള്ള നാടാണ്. അങ്ങനെ ചുറ്റും ബറക്കത്തുള്ള ഒരു നാട്ടിലേക്ക് എൻ്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോകുന്നു. 2 നബിമാരെ പടുത്തുയർത്തിയ കഅബാലയം, ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും, വാപ്പയും മോനും. ഇബ്രാഹിം നബി വാപ്പ, ഇസ്മായിൽ നബി മോന്. പിന്നെ 2 നബിമാർ, ഇബ്രാഹിം നബി അടിത്തറ പാകിയ 2 നബിമാർ, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമും നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ദാവൂദ് നബിന്റെ മോനാണ്. ഇവർ 2 പേരും ഉണ്ടാക്കിയ പള്ളിയാണ് അൽ മസ്ജിദുൽ അഖ്സ. 2 മഹാന്മാരായ പ്രവാചകന്മാരുടെ സംഗമഭൂമിയെ അള്ളാഹു ബന്ധിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ഇസ്രാ മിഅ്റാജിന് അള്ളാഹു ബൈത്തുൽ മുഖദ്ദസ് തെരഞ്ഞെടുത്തു എന്നതൊരു ചോദ്യമാണ്. അള്ളാഹു ആകാശത്തെ കൊണ്ടുപോകണ കഅബന്റെ മുകളിൽ കൊണ്ടേ കൂടായിരുന്നു എന്നാ. പക്ഷെ മഹാന്മാർ പറയുന്നൊരു മറുപടി ഉണ്ട്. ബൈത്തുൽ മുഖദ്ദസിലൂടെയാണ് ആകാശ ലോകത്തേക്കുള്ള വഴി. അത് നമ്മൾ പറയുമ്പോഴേ ആസ്ട്രോനോട്ടുകൾക്ക് കൗതുകമായേക്കാം. അവർ പഠിച്ചോട്ടെ. നമ്മുടെ പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോഴേ നമുക്കത് 100% ഉറപ്പാണ്. ആകാശത്തേക്കുള്ള മിഅ്റാജിന് റബ്ബ് തെരഞ്ഞെടുത്ത സ്ഥാനം ഖുബ്ബത്തുസ് സുഹ്റ എന്ന് ഇന്ന് കാണുന്ന സ്വർണ്ണ കുബ്ബയുള്ളൊരു പള്ളിയുണ്ട്. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് അതിൻ്റെ മുമ്പിലാണ്, ഒരു 100-200 മീറ്റർ മുമ്പിലാണ്. ഒരു കറുപ്പ് നിറമുള്ള കുബ്ബയാണ് ബൈത്തുൽ മുഖദ്ദസിന്. പക്ഷെ കാണാനും ചിത്രം കാണാൻ രസം ഈ സ്വർണ്ണ കുബ്ബ. അപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കുബ്ബ എല്ലാവരും കാണിച്ചു കൊടുക്കുക. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. സ്വർണ്ണ കുബ്ബ എന്ന് പറഞ്ഞത് അന്ന് പള്ളിയില്ല, അതിൻ്റെ ഉള്ളിൽ ഒരു പാറയാണ്. നമ്മുടെ ഈ സ്റ്റേജിനേക്കാളും ഒരു 4 ഇരട്ടി വലുപ്പമുള്ളൊരു പാറയാണ്. ആ പാറയുടെ മുകളിൽ നിന്നാണ് ആകാശലോകത്തേക്ക് പോയത്. ആ പാറന്റെ മുകളിൽ അതിന് ബഹുമാന സൂചകാർത്ഥം അബ്ദുൽ മലിക് ബിൻ മർവാൻ ഉണ്ടാക്കിയ പള്ളിയാണ് ഇന്ന് കാണുന്ന ഈ സ്വർണ്ണ കുബ്ബല്ലേ, ആ കുബ്ബ. അതല്ല മസ്ജിദുൽ അഖ്സ. അതിൻ്റെ പേര് ഖുബ്ബത്തുസ് സുഹ്റ മസ്ജിദ് എന്നാ. മസ്ജിദ് ഖുബ്ബത്തുസ് സുഹ്റ. അവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, ആകാശ ലോകത്തേക്ക് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് കൊണ്ടൊരു റൂഹാനിയായ യാത്ര നടത്തണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങളുടെ ഖൽബിൽ വേണം. ബൈത്തുൽ മുഖദ്ദസിനോട് ഹുബ്ബില്ലാതെ അള്ളാഹുവിൻ്റെ മലക്കൂത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കാനാണ് പുണ്യനബി അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ പള്ളിയാണ്, അത് ഈ ഉമ്മത്തിന്റെ ഭാഗമാണ്. ഈ ഉമ്മത്തിന്റെ ഭാഗമാണ് ബൈത്തുൽ മുഖദ്ദസ്. പുണ്യനബി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ രാത്രിയാണ്. രാത്രിയിൽ ആരെങ്കിലും പള്ളിയിലുണ്ടാവോ? ആരുണ്ടാവില്ല. പക്ഷേ ബുറാക്കിനെ കെട്ടിയിട്ട് നബി തങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 1,24,000 വരുന്ന അമ്പിയാഇനെ നിസ്കരിക്കാനുള്ള സംവിധാനം ഒരുങ്ങി. അമ്പിയാക്കന്മാർ മുഴുവനും വന്നിരിക്കുകയാണ് അവിടെ. ബൈത്തുൽ മുഖദ്ദസിന്റെ കോമ്പൗണ്ട് വലിയൊരു കോമ്പൗണ്ടാ. അവിടെ 10 ലക്ഷം വന്നിരുന്നാലും അവിടെ ഇരിക്കാൻ പറ്റും. അത്രയും വിശാലമായ കോമ്പൗണ്ടാണത്. 1,24,000 അമ്പിയാക്കന്മാർ അല്ലാഹു തആല പുനർജന്മം കൊടുത്തു. അല്ലാഹുവിന് അതിന് കഴിയും. ഇത് മുഅ്മിന് വിശ്വസിക്കാൻ ഒരു പ്രയാസമല്ല. ആമന്നാബി, നമ്മളത് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹ്ക്ക് എന്തിനു കഴിയില്ലേ? പുണ്യനബി തങ്ങൾ ചെല്ലുമ്പോഴുണ്ട് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ ആകാശലോകത്ത് നിന്ന് കണ്ടു, ഭൂമിയിൽ നിന്നും കണ്ടു. അത് അത്ഭുതം. യഹ്യാ നബിയെയും ഭൂമിയിൽ നിന്ന് കണ്ടു. യൂസുഫ് നബിയെ ഭൂമിയിൽ കണ്ടു, ആകാശത്ത് കണ്ടു. ഇദ്രീസ് നബിയെ ഭൂമിയിൽ നിന്ന് കണ്ടു, അവിടെ നിന്ന് കണ്ടു. മൂസ നബിയെയും ഹാറൂൻ നബി ഇബ്രാഹിം നബിയെയും ഭൂമിയിൽ നിന്നും കണ്ടു, ആകാശത്ത് നിന്നും കണ്ടു. ഈസാ നബിയെ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ചു. ഈസാ നബിയെ ഞാൻ കണ്ടു അലൈഹിസ്സലാം. 2ാം ആകാശത്ത് വെച്ച് കണ്ട കഥയാണ് പറഞ്ഞത്. ഈസാ നബിയെ ഞാൻ കാണുമ്പോൾ അവരുടെ മുടിയിൽ നിന്ന് മുത്തുപോലോത്തത് ഇങ്ങനെ വീഴുന്നുണ്ട് എന്ന് തോന്നും. അത്രയും കുളിച്ചിറങ്ങി നിൽക്കുന്ന പോലെ ചുവപ്പ് ധാരാളമുള്ള, അല്ലെങ്കിൽ വെളുപ്പോടുകൂടെ ചുവപ്പ് കലർന്ന, പാകത്തെ നീളമുള്ള, വിശാലമായ തോളിടമുള്ള മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. എന്ന് പറഞ്ഞവരുടെ മുഖത്ത് കാക്കാപ്പുള്ളി ഉണ്ട് പലയിടങ്ങളിലും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഈസാ നബിയെ കണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കണ്ടിട്ട് തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം മൂസാ നബിയുടെ രൂപം പറഞ്ഞു. കരിജാലി ഷനൂഅ ഗോത്രത്തിലെ ആളുകളെ പോലെ എന്ന് പറഞ്ഞു നബി തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ. മൂസാ നബി ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് സംസാരിക്കുന്നത് അവിടെ നിന്ന് കണ്ടു നബി തങ്ങൾ ആകാശ ലോകത്ത് നിന്ന്. പിന്നീട് ഭയങ്കര കരച്ചില്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ ജിബ്രീലേ, എന്താണ് അവർ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബിയെ, അവർ പറയാണ് അവരുടെ മക്കളിൽ ഒരു കുട്ടി വരും, ആ കുട്ടിയുടെ സമുദായം എൻ്റെ ഉമ്മത്തിനേക്കാളും ഒരുപാട് വരുന്നൊരു സമുദായമാണ്. ഈ ഉമ്മത്തിന്റെ നബിയെ കുറിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാമ പറഞ്ഞത്. സന്തോഷം കൊണ്ട് കരയാണ്, അത് അസൂയ കൊണ്ടുള്ള കരച്ചിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, പിന്നെ ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു, ആ ഇബ്രാഹിം നബിയുടെ രൂപം, അതിനോട് സാദൃശ്യമുള്ള രൂപം, സാഹിബുക്കും ഹാദാ, നിങ്ങളുടെ കൂട്ടുകാരനായ ഞാനാണ്. റസൂലുള്ളാഹി തങ്ങളെ പോലെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നബിന്റെ വല്യാപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം? നേരെ വല്യാപ്പ ഇസ്മായിൽ നബി, ഇസ്മായിൽ നബിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വല്യപ്പ എന്ന് പറഞ്ഞാൽ 2-3 ഒരുപാട് തലമുറകൾക്കപ്പുറം അമ്പിയാക്കന്മാരൊക്കെ വിശുദ്ധ ആ സമയം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം 1,24,000 അമ്പിയാക്കന്മാർ കാത്തിരിക്കുകയാണ് അവിടെ വേറെ സംസാരങ്ങളൊന്നുമില്ല. പുണ്യനബി തങ്ങൾ എല്ലാവരെയും കാണുന്നു. ജിബ്രീൽ തങ്ങൾ കൈപിടിച്ചു കൊണ്ടുവരുന്നു മുമ്പിലേക്ക്. നബിയെ സ്വല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിക്കണേ നബിയെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, നിസ്കാരം അത് ചെറിയ വിഷയമല്ല. നമ്മുടെ പിടിക്കയറ് നിസ്കാരം അത് നിങ്ങൾ ഖളാക്കി കഴിഞ്ഞു. അത് ക്ലിയർ ആണെങ്കിൽ ബാക്കിയൊക്കെ രക്ഷപ്പെടും. ഒരുവിധം നിസ്കാരം ക്ലിയർ അല്ലേ, രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനെ. ബൈനനാ വ ബൈനൽ കുഫ്രി തർക്കുസ്സലാ, നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം നിസ്കാരം കൊണ്ടു നടക്കുന്നവരാ നമ്മൾ. കുഫറിന്റെ ആളുകൾക്ക് നിസ്കാരമില്ല. നമ്മുടെ നിസ്കാരം അത് പൊന്നുപോലെ നോക്കണേ കുട്ടികളെ. സ്കൂളിൽ പോയാലും നിസ്കാരം ഖളാക്കല്ലേ, കോളേജിൽ പോയാലും നിസ്കാരം ഖളാക്കല്ലേ. ജോലിയിലാണെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് എന്ത് കാരണം നമ്മൾ പറയാം? ജോലി കുറച്ച് ടൈപ്പ് ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്നോ? ഇതല്ലേ നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ? കുറച്ച് ഡാറ്റ എൻ്റർ ചെയ്യണ്ടായിരുന്നു, മുതലാളി പറഞ്ഞതായിരുന്നു. അള്ളാഹ് പറഞ്ഞ് കേൾക്കാൻ നിങ്ങൾക്ക് നേരമല്ല, മുതലാളി പറഞ്ഞ് കേൾക്കാൻ നേരമുണ്ടല്ലോ. യാ അള്ളാഹ്, ജോലിക്ക് നീ ഓൺ ടൈമാണ്, നിസ്കാരത്തിനോ അത് തോന്നിയ പോലെയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹു അക്ബർ, അള്ളാഹുവേ നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ്. എൻ്റെ കുടുംബജീവിതത്തിൽ ഭാര്യയുമായി കച്ചറയും പ്രശ്നമൊക്കെ ഉണ്ട്, അത് വിഷയമല്ല. എൻ്റെ റബ്ബേ നിന്റെ വിഷയം വലുതാണ്. എനിക്ക് കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അള്ളാഹുവേ നിന്റെ വിഷയം അതിലും വലുതാണ്. അള്ളാഹു എനിക്ക് അസുഖമുണ്ട്, കുട്ടിക്ക് അസുഖമുണ്ട്, അതൊക്കെ ഇപ്പം മറക്ക്. അല്ലാഹു അക്ബർ, അള്ളാഹിന്റെ വിഷയം അതിലും വലുതാണ്. നിന്റെ എക്സാമും നിന്റെ ജോലിയും നിന്റെ കച്ചവടവും ഇതൊക്കെ വലുതാ. അള്ളാഹുവിന്റെ വിഷയം അതിലും വലുതാണ്. അതൊക്കെ പുറത്തേക്കെറി. അല്ലാഹു അക്ബർ, അതാണ് തക്ബീറിന്റെ അർത്ഥം. നിന്റെ ടെൻഷനൊക്കെ ബാക്കിൽ വിടണം. ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ക്യാബിനിലേക്ക് കയറുന്നിടത്തുണ്ട് ഒരു ചില സ്റ്റിക്കർ, ചില ഫ്ലൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്. പൈലറ്റുമാരോട് പറയാ, ലീവ് യുവർ വെറീസ് ബിഹൈൻഡ് ദിസ് ഡോർ. നിങ്ങളുടെ ടെൻഷനൊക്കെ ഈ ഡോറിൻ്റെ പുറത്തിട്ടിട്ട് ഉള്ളിൽ കയറിയാൽ മതി കേട്ടോ. ടെൻഷനും പിടിച്ചത് ഓടിക്കാൻ നിന്നാലേ. അള്ളാഹിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇതൊന്നും ഒരു ടെൻഷനും ഓർക്കരുത്. നിന്റെ കടോ നിനക്ക് ക്യാൻസർ രോഗം വരെ വന്നേക്കാം, അള്ളാഹ് കാക്കട്ടെ. അക്രമക്കുമുല്ലാഹ്, അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എന്നാലും നിസ്കരിക്കുമ്പോൾ റബ്ബേ എൻ്റെ അസുഖവും അതിൻ്റെ ഒന്നുമല്ല റബ്ബേ, നീയാണ് വലുത്. അല്ലാഹു അക്ബർ. നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഓർമ്മ വന്നിട്ടുണ്ടോ? ഹസൻ ബസ്രി തങ്ങൾ പറയാ, ഇയ്യാക സുമ്മ ഇയ്യാക അൻ യൽതഫിത വജ്ഹുക ഇലാ ഗൈരില്ലാഹ് ബഅദ അൻ തഖൂല അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നിന്റെ മനസ്സ് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും പോകരുത് കേട്ടോ. നിന്റെ കണ്ണുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒന്നിലേക്കും നീ പോകല്ലേ, ഖൽബ് കൊണ്ട് പോകല്ലേ. അള്ളാഹുവാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞിട്ട് തക്ബീർ ചൊല്ലിയാണ്. എന്നിട്ട് ആലോചിക്കുന്നത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വരെ ഇമാമ സലാം പോയിട്ടും അങ്ങനെ കുത്തി മറിഞ്ഞ് എണീറ്റ് പോരെ. ഇതൊക്കെ എന്ത് നിസ്കാരം? ഇതൊക്കെ സ്വീകരിക്കണമെങ്കിൽ റഹ്മാനായ റബ്ബന്നെ വേണം, അല്ലെങ്കിൽ ആര് സ്വീകരിക്കും? അള്ളാഹിൻ്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലുള്ളൂ. 5 നേരത്തെ നിസ്കാരം, ആകെ ഒരു 25 മിനിറ്റ് അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം ചോദിക്കുന്നുള്ളൂ. അതന്നെ നമ്മൾ എട്ടങ്ങേറായിട്ടാണ് കൊടുക്കണത് അല്ലേ? അരിഹ്നാ ബിഹായ ബിലാൽ, ബിലാലേ മനസ്സമാധാനം ഉണ്ടാവട്ടെ. ബിലാലെ വാങ്ക് കൊടുത്തോളൂ, ഇഖാമത്ത് കൊടുക്കിൻ ബിലാലെ, മനസ്സിന് സമാധാനം വരട്ടെ. എങ്ങനെ നിസ്കരിക്കാൻ ഇഖാമത്ത് കൊടുക്കിൻ എന്ന് പറയാൻ നബി തങ്ങൾ ഉപയോഗിക്കുന്ന വാക്കെന്താ? ബിലാലെ ആ നിസ്കാരം കൊണ്ട് മനസ്സമാധാനം തരൂ. നമ്മളിപ്പോൾ ഇമാമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പം പെരീന്ന് നിസ്കരിക്കാം. അല്ലെങ്കിൽ പള്ളിയിൽ മൊല്ലാക്കാനോട് ദേഷ്യം, അപ്പോൾ പിന്നെ വേറെ എവിടെയെങ്കിലും പോയിട്ട് നിസ്കരിക്കുക. അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റിക്കാർ ഏതെങ്കിലും ഒരാളോട് ദേഷ്യമുണ്ട്, അപ്പോൾ പിന്നെ ജന്മത്തിൽ പള്ളിക്ക് വരില്ല, പെരീന്ന പിന്നെ നിസ്കാരം. പൊന്നാര മുഅ്മിനെ, ഈ വക കളിയൊന്നും പറ്റൂല. അള്ളാഹിൻ്റെ മസ്ജിദ് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ളത്, നാട്ടുകാരെ കണ്ടുള്ളതല്ല. നീ നിസ്കരിക്കുന്ന അള്ളാഹുവിനോടാണ് ഇബാദത്ത് ചെയ്യുന്നത് അല്ലേ? അള്ളാഹുവിനോടാണ്. അങ്ങനെയാണ് നമ്മുടെ ഇബാദത്ത്, അള്ളാഹുവിനോടാണ്. നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞു, ഞാനൊരു
റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസിൻ്റെ വിശദീകരണം, ആൾക്കാർ വലിയ ക്ലിപ്പുണ്ടാകൂലേ, ലാ തജ്അലൂ ഖബരി വസനൻ യുഅബദ് ലഅന അല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ വിശദീകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാണത് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ ഇബാദത്ത് അല്ലാഹുവിനാണ്. നമ്മുടെ ഇബാദത്ത് അല്ലാഹുവിനെ, വേറെ ആർക്കുമല്ല. തങ്ങൾ പറയാൻ എൻ്റെ ഖബർ നിങ്ങൾ ബിംബമാക്കരുത്, സിയാറത്ത് ചെയ്യരുത് എന്നല്ല പറഞ്ഞു. തങ്ങൾ എന്നെ സിയാറത്ത് ചെയ്യാൻ പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരെ സിയാറത്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചത് നബി തങ്ങളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആഖിറം നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്, മഗ്ഫിറത്തിന് വേണ്ടി ദുആരക്കാനുള്ള നിങ്ങൾക്കും മരണപ്പെട്ടവർക്കും. അതൊരു ബറക്കത്തിന്റെ ഇടമാണ്. ഇത് ഈ ദീനിന്റെ ഉലമാ പഠിപ്പിച്ചതാണ്. പക്ഷേ അതൊരിക്കലും ബിംബമാക്കരുത്. ബിംബം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പടച്ചോൻ അതാണ് എന്ന് പറയലാണ്. പക്ഷേ ഖബറിൽ കിടക്കുന്ന മഹാന്മാർ അള്ളാഹുവിൻ്റെ മഹാന്മാരാണ്. അവരെ നമ്മളെ പടച്ചോനാണോ? അല്ല. അതൊരു മുസ്ലിമും വിശ്വസിക്കൂലല്ലോ. മുസ്ലിം അങ്ങനെയല്ലല്ലോ വിചാരിക്കണം. അവർ മഹാന്മാരാണ്, അവർ മഹത്തുക്കളാണ്. അവരുടെ സ്ഥാനത്ത്, അവരുടെ മഖാമിൽ, അവരുടെ ചാരത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ ജിന്നുകളോ അള്ളാഹുവിൻ്റെ മലക്കുകളോ സാന്നിധ്യമുള്ളവരാണ്. അവിടെ നിന്ന് ദുആയെന്നാൽ അള്ളാഹു ഉത്തരം തരും എന്നല്ല. നമ്മൾ നിസ്കരിക്കണ ഓരോടല്ലല്ലോ. അവരാണോ നമുക്ക് നാളെ സ്വർഗ്ഗം നരകം തരുന്നത്? അള്ളാഹുവാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഖബറിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? എൻ്റെ ഖബറിനെ ബിംബമാക്കരുത്. വസനൻ യുഅബദ് എന്ന് പറഞ്ഞാൽ സിയാറത്ത് ചെയ്യരുത് എന്നല്ല, സിയാറത്ത് ചെയ്യണം. എന്താവരുത്? നമ്മുടെ ഇബാദത്ത് അവരോടല്ല, ഇബാദത്ത് അല്ലാഹുവിനോടാണ്, ഇബാദത്ത് റബ്ബിനോടാണ്. പക്ഷേ ആ സാന്നിധ്യവും ആ ഹുർമത്തും ആ ഫളുലും ആ ഫളീലത്തും അത് കിട്ടാൻ ആ സാന്നിധ്യത്തിൽ ദുആ ചെയ്യുന്നത് അദ്റാബിൽ ഇജാബ, ദുആക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. ഇബാദത്ത് ആർക്കാണ്? അല്ലാഹുവിനാണ്. അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും അങ്ങനെ ചെയ്തു. ഇപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് നിന്ന് അവിടെ സുജൂദ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ദാവൂദ് നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് അവർ തെൽമൂദ് ഇങ്ങനെ ആടി ആടി ചൊല്ലും. അവിടെ ആ ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ കരഞ്ഞു പിടിച്ച് അവിടെ നിന്ന് അവർ ആരാധിക്കുന്നുണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാമിനെ. ദാവൂദ് നബിനെ അവർ വിളിക്കുക കിങ് ഡേവിഡ് എന്നാണ്, നബി എന്നല്ല വിളിക്കുക, കിങ് ഡേവിഡ്. ദാവൂദ് നബി എന്ന, ദാവൂദ് രാജാവ് എന്ന് അവർ പറയാം. നമ്മളത് നബിയാണ്, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. നമ്മളവിടെ പോയി ഫാത്തിഹ യാസീനൊക്കെ ഉഷാറായിട്ട് ദ്വാരന്ന് പോരും. അവരുടെ അഖീദ വേറെയാണ്, അവരതുകൊണ്ട് പിഴച്ചുപോയി. നമ്മുടെ അഖീദ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് നമ്മുടെ സസ്റ്റൈനർ, അള്ളാഹുവാണ് നമ്മുടെ മഅബൂദ്. ആ വിശ്വാസത്തിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്, ആ വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഉറൂസ് പരിപാടികൾ നടത്തുന്നത്. എന്നല്ലാതെ നമ്മുടെ രക്ഷിതാവും സൃഷ്ടാവും അവരാന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. അവർക്ക് അള്ളാഹുവിൻ്റെ മഅബൂദുകളാണ്. പക്ഷെ നമ്മളെക്കാളും ഒരുപാട് ഒരുപാട് ഖൈറായവരാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും സുഹാബികളും താബിഈങ്ങളും മഹത്തുക്കളുമാണ്. അപ്പം നമുക്ക് അവരുടെ ചാരത്തുനിന്ന് അള്ളാഹുവിലേക്കുള്ള വസീലയാണ് അവർ. അത്രയേ ഉള്ളൂ. എന്നല്ലാതെ അവിടെ കുഫർ ചെയ്യുന്നോ, അത് അവിടെ ഖബർ ആരാധന ചെയ്യുന്നോ, അങ്ങനെയൊക്കെയാണ് നമ്മളെ പറ്റി മറ്റുള്ള പറയൽ. ഖബർ ആരാധന, കുബൂരികൾ എന്ന് പറയും. ഗൾഫിലൊക്കെ പാര വെക്കുന്ന പരിപാടി അങ്ങനെ ചെയ്യൽ. ഇത് കുബൂരികളായിട്ടാണ് വരുന്നത്, അവിടെ മുടക്കണേ പരിപാടി. അപ്പോൾ CID വരും, പരിപാടി മുടക്കും. കൊടുക്കുന്ന റിപ്പോർട്ട് അതാക്കാര കുബൂരികളാണ്. എന്താണ് പറഞ്ഞത്? ഖബർ ആരാധിക്കുന്നത്. ഇത് ജൂത നസാറാക്കളെ പറ്റി നബി തങ്ങൾ ഉപയോഗിച്ച വാക്കാണത്. തഖദു ഖുബൂറ അംബിയാഇ മസാജിദ്. അതെങ്ങനെ മുഅ്മിനീങ്ങളെ പറ്റി പറയാൻ പാടുണ്ടോ? അതെന്തൊരു മോശമാണ്. അത് ഒരു കുഫർ ആരോപണമല്ലേ? കുഫർ ആരോപിച്ചാൽ അത് ചെയ്യുന്ന ആളുകൾക്ക് കുഫറില്ലെങ്കിൽ പറയുന്ന ആളുകൾക്ക് കുഫർ വരുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഖൽബിലുള്ള അഖീദയും നമ്മുടെ ഈമാനും അറിയാതെ ഒരു മനുഷ്യൻ അങ്ങനെ വിധി എഴുതി എന്ന് പറയാ. നമ്മൾ ഖബർ ആരാധിക്കുന്നവരാന്ന് പറയാം. ഖബർ ആരാധനയല്ല, ഖബർ സിയാറത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. ആരാധന ആര് ചെയ്താലും തെറ്റാ. വിവരമില്ലാത്ത ആൾക്കാരെ എന്തെങ്കിലും ചെയ്തേക്കാം, അറിവില്ലായ്മ കൊണ്ട്. അതൊക്കെ വരും നമ്മളെ അക്കൗണ്ടിക്ക്. കാരണം മറ്റിനൊക്കെ മെമ്പർഷിപ്പ് ഉണ്ട്. അതല്ലാത്തവരും മുഴുവൻ സുന്നികൾ എന്നാ പറയുക. ഈ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകളിൽ ഒരു പക്ഷേ ഇൽമില്ലാത്ത സാധുക്കളുണ്ടാവും, വിവരമില്ലാത്തവർ. അവരെന്തെങ്കിലും ചെയ്തു കൂട്ടി ആ ക്ലിപ്പിട്ടിട്ട് പറയും, ഇതാ കണ്ടില്ലേ നിങ്ങളാ ചെയ്യും. അതല്ലാതെ ഇൽമല്ലല്ലോ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താ തസവുഫ് എന്ന്. എന്താ? മാ വാഫഖ കിതാബല്ലാഹി വസുന്നത റസൂലി, അല്ലാഹുവിൻ്റെയും അവൻ്റെ ഹബീബിൻ്റെയും ചര്യയാണ്. അള്ളാഹിൻ്റെ അംറുകളും ഹബീബായ നബിയുടെയും സ്വഹാബത്തിൻ്റെയും ചര്യയാണ്. അതാണ് നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ വിശ്വാസം. അത്രയേ ഉള്ളൂ. അതിലൊന്നും വേറെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു വിഷയമില്ല. പിന്നെ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യും, പല ക്ലിപ്പുണ്ടാക്കുക. അതുകൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും, അവർ ജീവിച്ചു പോയിക്കോട്ടെ. അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ, നബിയെ ഇമാമായി നിസ്കരിക്കിൻ, അങ്ങ് ഇമാമാണ്. നബി തങ്ങൾ അവർക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണെന്നറിയോ? എല്ലാ നബിമാരെക്കാളും നബിയെ അങ്ങ് ശ്രേഷ്ഠരാണ്.
ഹബീബായ നബിയെ അതിൽ ജൂതന്മാർ വിശ്വസിക്കുന്ന അവരുടെ മാത്രം ആളാണെന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്. ഒരു വിഭാഗത്തിന്റെ മാത്രം ആളാണെന്ന് പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം നമ്മുടെ നബിയാണ്. ഒരു വിഭാഗത്തിൻ്റേത് മാത്രമെന്ന് വിശ്വസിക്കുന്ന ചില മതവിഭാഗങ്ങൾ ദാവൂദ് നബി നമ്മുടെ നബിയാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വേർതിരിവ് കാണിക്കുന്നവരല്ല മുഅ്മിനീങ്ങൾ. നമ്മളെല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്നവരാണ്. ആ എല്ലാ നബിമാരും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ ഈ ദുന്യാവിൻ്റെ നേതൃത്വത്തിൻ്റെ പതാക ഏൽപ്പിക്കുകയാണ്. ആ പതാക ഏൽപ്പിക്കലാണ് മൂസ നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും ആദം നബി അലൈഹിസ്സലാം അടക്കം വല്ലിപ്പയാണ് മുഹമ്മദ് നബിയെ അങ്ങയെ നാം ഈ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ഉമ്മത്തിൻ്റെ നേതൃത്വം, മനുഷ്യകുലത്തിൻ്റെ നേതൃത്വം, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതൃത്വം, അത് ഏൽപ്പിക്കാനാ നബി തങ്ങളെ ഇമാമാക്കി നിർത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. ആലോചിച്ചിട്ടുണ്ട് എന്താണ് ആയത്തിന്റെ അവസാനം അങ്ങനെ വരാൻ കാരണം? അവിടെ പറയേണ്ടത് എന്തായിരുന്നു? അള്ളാഹ് ഇസ്രാ കൊണ്ടുപോയാൽ അള്ളാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നല്ലേ അവിടെ യോജിക്കുന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞെന്താ? ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണ് നബിയെ. അതിനാണ് ഇസ്രാ അങ്ങയെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് തോന്നി എന്താ അങ്ങനെ വന്നത് എന്നല്ലേ. ഖുർആനിന്റെ ഓരോ അക്ഷരത്തിനും അത്ഭുതമുണ്ട്. എന്തുകൊണ്ട് ഇസ്രാ പറഞ്ഞ സുബ്ഹാനല്ലദി എന്ന് ആരംഭിച്ച ആയത്തിന്റെ അവസാനം അള്ളാഹുവിൻ്റെ ശക്തിയും അള്ളാഹുവിൻ്റെ കഴിവും പറയേണ്ടിടത്ത് അള്ളാഹു പറഞ്ഞത് റബ്ബ് കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? നബിയേ, അങ്ങയുടെ പ്രാർത്ഥന ത്വായിഫിൽ നിന്ന് ആളുകൾ അങ്ങയെ കല്ലെടുത്തെറിഞ്ഞപ്പോൾ അങ്ങ് എന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ളുഅഫി വഖുവത ഹീലതി വഹവാനി അലന്നാസ്. പടച്ചവനെ, ഞാൻ ഇത്ര നിസ്സാരനായി പോയല്ലോ റബ്ബേ, എൻ്റെ കാലുകളിൽ നിന്ന് ചോര വരുന്നു, എന്നെ ആളുകൾ ആക്രമിച്ചല്ലോ റബ്ബേ. നിങ്ങൾ എന്നോട് ആ വലാതി പറഞ്ഞത് കേട്ടിട്ടുണ്ട് നബിയേ. എങ്ങനെയാണ് ത്വായിഫുകാർ അങ്ങയോട് പെരുമാറിയതെന്ന്? ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവരങ്ങയോട് ചെയ്തത് റബ്ബ് കേട്ടവരാണ്, അല്ല കേട്ടിട്ടുണ്ട്. അങ്ങയോട് ചെയ്തതും അങ്ങ് പറഞ്ഞതും കേൾക്കുകയും കാണുകയും ചെയ്ത അല്ലാഹു ആ ഒരു അനുഭവത്തിന് പകരമായി, അങ്ങയുടെ മനസ്സിനുണ്ടായ ദുഃഖത്തിന് പകരമായി അല്ലാഹു ആശ്വസിക്കാൻ തന്നതാണ് ഇസ്രാ. ആയത്തിന് ബന്ധിക്കുന്നത് ത്വായിഫിന്റെ സംഭവത്തിലേക്കാണ്. അത് കാണുകയും കേൾക്കുകയും അല്ല ചെയ്തിട്ടുണ്ട് നബിയെ. ഖർനു സആലിബിലെ അങ്ങയുടെ വളരെ നിസ്സഹായാവസ്ഥയിൽ അങ്ങ് ദുആ ചെയ്തത് അല്ലാഹു കേട്ടിട്ടുണ്ട് നബിയെ. അതിനാണ് അങ്ങയെ നാം കൊണ്ടുപോകുന്നത്. 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൂടെയുള്ളത്. ഇനി ആകാശ ലോകത്തേക്ക് കയറുകയാണ്. ഇസ്രാ കഴിഞ്ഞിട്ട് ഇസ്രാഇന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ് ഇനി മെഹറാജാണ് നടക്കുന്നത്. മെഹറാജ് എന്ന് പറയുന്നത് ജെറൂസലേമിലെ ആ പാറയിൽ നിന്ന്, ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള പാറയിൽ നിന്ന് 7 ആകാശങ്ങൾക്കും അതിനപ്പുറത്തേക്കും സിദ്റത്തുൽ മുൻതഹായുടെയും അപ്പുറത്തേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് പോയി അത്രയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയിൽ പിന്നെ ബുറാക്കിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് പ്രബല അഭിപ്രായം. ആകാശത്തേക്ക് പോയപ്പോൾ ബുറാക്ക് ഭൂമിയിൽ തന്നെയാണ്. ബുറാക്കിന് പിന്നെ എടുത്തിട്ട് മക്കയിലേക്ക് വരാനാണ് പിന്നെ ഉപയോഗിച്ചത്. ആകാശത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എന്നാണ്. ആകാശത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നവരുണ്ട്, പക്ഷെ പ്രബല അഭിപ്രായം കൊണ്ടുപോയില്ല എന്നാണ്. ജിബ്രീൽ തങ്ങളുടെ കൂടെയാണ്. അത് എങ്ങനെയാണ് ആ യാത്ര? എത്രയാണ് അതിൻ്റെ സ്പീഡ്? അല്ലാഹുവിനെ അറിയുകയുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത ഒരു നക്ഷത്രത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് 4.25 ലൈറ്റ് ഇയേഴ്സ് വേണം, പ്രകാശവർഷം വേണം, 4 പ്രകാശവർഷം വേണം. ഒരു പ്രകാശത്തിൻ്റെ സ്പീഡിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക് പോകണമെങ്കിൽ മില്യൺ ബില്യൺ കണക്കിന് നക്ഷത്ര വർഷങ്ങൾ, ലൈറ്റ് ഇയേഴ്സ്, പ്രകാശവർഷങ്ങൾ വേണം ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റങ്ങളിൽ കിടക്കുന്ന താരക സമൂഹങ്ങളിലേക്ക് എത്താൻ. മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ഒരിക്കലും കഴിയില്ല. ആ ഒരു ദൂരമാണ്. ഇനി 21-ാം നൂറ്റാണ്ട് എത്ര വലിയ കണ്ടുപിടുത്തം നടത്തിയാലും ഇപ്പൊ ചൊവ്വയിലേക്ക് എത്തി, ഇനി അങ്ങ് യുറാനസിലോ നെപ്റ്റ്യൂണിലോ എത്തി, ഇനി പ്രോക്സിമ സെഞ്ചുറി എത്തി, ഇനി ആൽഫ സെഞ്ചുറിയിൽ എത്തി വിചാരിക്കുക. എവിടെയൊക്കെ നിങ്ങൾ എത്തിയാലും
എൻ്റെ റസൂല് പോയിടത്തേക്ക് പോകാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് എൻ്റെ റസൂല് നിൽക്കുന്നത് എന്ന് 21-ാം നൂറ്റാണ്ടുകാരനോട് വിളിച്ചു പറയാൻ തന്നെയാണ് ആ ഹബീബിന് ഖുർആൻ കൊടുത്തതോടുകൂടെ ഖുർആനിൻ്റെ തൊട്ടുടനെ വരുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇസ്രാ മിഅ്റാജ്. ഇത് ചില്ലറ സംഭവമല്ല. അസ്റാ ബി അബ്ദിഹി എന്ന് പറഞ്ഞപ്പം തന്നെ ശരീരമുള്ള മനുഷ്യരാണ് അബ്ദ് എന്ന് പറയാ. ഹബീബിൻ്റെ യാത്ര സ്വപ്നമല്ല. അത് സ്വപ്നമായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് പരീക്ഷണമാവേണ്ടതില്ലല്ലോ. അത് എങ്ങനെയാണ് പരീക്ഷണമായത്? ഇസ്ലാമിലേക്ക് അടുത്തു വന്ന ആളുകൾ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് 10-12ഓളം ആളുകൾ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. വമാ ജഅൽന الرؤيا التي أريناك إلا فتنة للناس. നബിയേ, അങ്ങയെ നാം ഈ കാണിച്ചു തന്നത് ഒരു പരീക്ഷണമാണ്. സ്വപ്നത്തെ പറ്റി പരീക്ഷ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? സ്വപ്നത്തിൽ എവിടെ പോയി ഒന്നൂടെ? പാസ്പോർട്ടില്ലാതെ എവിടെയൊക്കെ പോയി വരുന്നത് സ്വപ്നത്തിൽ? കുട്ടികളെ അല്ലേ, ഖത്തറിലൊക്കെ പോയി ഒന്നില്ലേ? ലോകകപ്പ് നടക്കുമ്പോൾ അങ്ങനെ ഉള്ള സ്റ്റേഡിയത്തിലിരിക്കുന്ന കുട്ടികൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക. ഒരു ടിക്കറ്റും ഇല്ലാതെയാണ് പോണത് ഉറക്കത്തിൽ. ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? അതിൽ വല്ല ഫിത്തനയുണ്ടോ? വല്ല പരീക്ഷണമുണ്ടോ? അതിൽ പരീക്ഷണമായി വരുന്നത് ഹബീബിൻ്റെ ശരീരം കൊണ്ടുപോയി എന്ന് പറയുന്നിടത്തല്ലേ. അപ്പോഴല്ലേ പരീക്ഷണമാവുന്നുള്ളൂ. അങ്ങനത്തെ സിമ്പിൾ ലോജിക്ക് വെച്ചാൽ തന്നെ മനസ്സിലാകുന്നു ഹബീബിൻ്റെ യാത്ര ഒരു ആത്മാവിൻ്റെ യാത്രയല്ല. ഹബീബിൻ്റെ യാത്ര ഒരു സ്വപ്നമല്ല. അത് ശരീരവുമായി കൊണ്ടുപോയ യാത്രയാണ്. ഭൂമിയിൽ ഹബീബിൻ്റെ ബശരീയത്ത്. ഇനി ആകാശത്തേക്ക് പോകുമ്പോൾ മലക്കീയത്താണ്. നബിതങ്ങൾ മലക്കിൻ്റെ സ്വഭാവത്തിലേക്ക് അല്ലാഹു അവിടുത്തെ ശരീരത്തിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ആകാശ ലോകങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അതിൽ തുറക്കാൻ പറഞ്ഞത്രേ. അപ്പൊ ചോദിക്കാണ്, മൻ, ആരാണ്? ജിബ്രീൽ. മൻ മഅക്, ആരെങ്കിലും കൂടെ ഉണ്ടോ? മുഹമ്മദ് നബിയോ? അബ്ഉസ ഇലൈഹി, അവർ നബിയായോ? നഅം, തുറക്കിൻ. അതാ തുറന്നെടുത്തു. ഒന്നാം ആകാശം. അവിടെ കൃത്യമായ കാവൽക്കാരുണ്ട്, അവിടെ ഗേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനെ വെറുതെ കിടക്കല്ല. ആകാശ ലോകത്തിന് സെറ്റപ്പ് ഉണ്ട്, വളരെ സിസ്റ്റമാറ്റിക് ആണ് അവിടെ. അവിടെ ഒന്നാം ആകാശത്ത് ചെല്ലുമ്പോൾ ഒരു നബിയുണ്ട്. ആ നബി 60 മുഴം നീളമാണ്. 60 മുഴം നീളമുള്ള ഒരു നബി. 60 മുഴം. അതാരാ? ആരാണത്? നമ്മുടെ വല്ലിപ്പയായ സയ്യിദുന ആദം അലൈഹിസ്സലാം. അത് നബിയെ കണ്ടു. പറഞ്ഞ വാക്കെന്താണെന്നറിയോ? മർഹബൻ ബിൽ വലദി സ്വാലിഹ് വൻ നബി സ്വാലിഹ് വൽ അബ്ദി സ്വാലിഹ്. സ്വാലിഹായ എൻ്റെ മകനെ നിങ്ങൾക്ക് സ്വാഗതം, സ്വാലിഹായ നബിയെ നിങ്ങൾക്ക് സ്വാഗതം, സ്വാലിഹായ അല്ലാഹുവിൻ്റെ അടിമയെ അങ്ങേക്ക് സ്വാഗതം. പാപ്പ പറഞ്ഞതാണത്, ആദം നബി അലൈഹിസ്സലാം. അപ്പൊ നിൽക്കുമ്പോൾ വലതു ഭാഗത്തുണ്ട് കറുത്ത ഒരു വലിയ കൂട്ടം, കണ്ണെത്താ ദൂരത്ത്. ഇടതു ഭാഗത്തുണ്ട് അങ്ങനെ തന്നെ കറുത്ത ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കാൻ. ആദം നബി ഇങ്ങനെ വലത്തോട്ട് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അവരോട്. ഇവിടെ നോക്കി ഇങ്ങനെ കരയുന്നുണ്ട്. ചോദിച്ചു, എന്താണ് ജിബ്രീലേ, എന്താണിത്? നബിയേ, വല്ലിപ്പ വാപ്പ ആദം നബി അലൈഹിസ്സലാം അവരുടെ മക്കളിൽ സ്വർഗത്തിലേക്ക് പോകുന്ന നല്ല മക്കളെ കാണാം. അവർ പള്ളിയിലുണ്ടായിരുന്നു, ജമാഅത്തിനുണ്ടായിരുന്നു, വഅലിനുണ്ടായിരുന്നു, റൂസനുണ്ടായിരുന്നു, ഇവിടുത്തെ മജ്ലിസുന്നൂറുണ്ടായിരുന്നു, ഇവിടുത്തെ സ്വലാത്ത് ദിക്റിനുണ്ടായിരുന്നു. യാ അല്ലാഹ്, എൻ്റെ മക്കളെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന എൻ്റെ മക്കളാണ്. സന്തോഷം. ഇപ്പുറത്തുണ്ട് ബാക്കി എല്ലാ കുരുത്തക്കേടും ചെയ്ത ആൾക്കാർ. കൂട്ടത്തിൽ മസ്ജിദുൽ അഖ്സയിൽ നടന്ന ഒരു സംഭവം പറയാൻ മറന്നുപോയി. ഒരു പാലും മദ്യവും നബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുടിക്കാൻ 2 കപ്പ് കൊണ്ടുവന്ന, ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്. തങ്ങളിങ്ങനെ നോക്കുന്നു. അന്ന് മദ്യം നിരോധിച്ചിട്ടില്ല ആ കാലഘട്ടം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഹിജ്റയുടെ മുമ്പാണ്. ഹിജ്റയുടെ തൊട്ട് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് ഉടനെയാണ് ഹിജ്റ നടക്കുന്നത് മദീനത്തേക്ക് എത്തിയിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ മദ്യനിരോധനം വരുന്നത്. നബിതങ്ങൾ തങ്ങളാണെങ്കിലോ നബിയാകുന്നതിൻ്റെ മുമ്പോ ശേഷം ഒരിക്കലും നബിതങ്ങൾ മദ്യപിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്യം ഹലാലായിരുന്ന കാലത്ത് പോലും നബിതങ്ങളും ശുദ്ധീകരിക്കുന്നവരും ജീവിതത്തിൽ മദ്യം തൊട്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, നമ്മളും കുട്ടികളെ, നിങ്ങൾ ഇവിടെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി ഹയർ സ്റ്റഡീസിന് ഇപ്പോൾ UK യിലേക്കായിരിക്കും പോവുക, അല്ലെങ്കിൽ വല്ല യൂറോപ്പിലേക്കായിരിക്കും, വല്ല കാനഡയിലേക്കായിരിക്കും പോവുക, വല്ല ഓസ്ട്രേലിയയിലേക്കോ. ഇവിടെയൊക്കെ പച്ചവെള്ളത്തേക്കാളും വില കുറവാണ് മദ്യത്തിന്. അത് വിചാരിച്ചാൽ അതിന് പോവല്ലേ. അത് വെറുതെ തിന്നോ എന്ന് പറഞ്ഞാലും നമ്മളത് ചെയ്യൂല, കുടിക്കൂല. ഇതാണ് നമ്മുടെ ഈമാൻ. വെറുതെ നമ്മുടെ മുമ്പിൽ കൊണ്ടു തന്നാലും ഞാൻ തൊടൂല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫത്ത് അസ്സഹ്മി എന്ന സ്വഹാബിയുടെ ചരിത്രമൊക്കെ മനസ്സിലാക്കണം. യാ അല്ലാഹ്,
പട്ടിണി കിട്ടിട്ടെ 3 ദിവസം പട്ടിണി കിട്ടിട്ട് പന്നിമാംസവും മദ്യവും കൊണ്ടുപോയി കൊടുത്തിട്ട് മഹാൻ തൊട്ടില്ല. എനിക്കിത് ഇപ്പം തിന്നൽ ജായിസാണെന്ന് എനിക്കറിയാം, എൻ്റെ ജീവൻ നിലനിർത്താനാണ്, മുൽത്തറാണ് ഞാൻ, അത് അള്ളാഹ് അനുവദിക്കും, കാരണം എൻ്റെ ജീവൻ ഞാൻ മരിച്ചു പോകും. എന്നാലും എനിക്ക് ഹറാമാണെന്ന് നിങ്ങൾക്കത് അറിയാലോ. അന്നത്തെ ക്രിസ്തീയ രാജാവിനോട് പറഞ്ഞ ആ സാധനം ഞാൻ തിന്നുന്നത് കണ്ട് നിങ്ങൾ സന്തോഷിക്കാനല്ലേ, ഞാൻ ഇങ്ങനെ അങ്ങ് മരിച്ചാലും ഞാൻ തൊടൂല എന്ന് പറഞ്ഞു. മരിക്കുകയാണെങ്കിൽ ഞാൻ മരിക്കട്ടെ, ഞാൻ കള്ളുടിക്കണ കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കണ്ട, ഈമാൻ പരീക്ഷിച്ചതാണ്, അതിലാ പിന്നെ എൻ്റെ തല ചുംബിച്ചാൽ നിന്നെ വെറുതെ വിടാന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള 10-70 സ്വഹാബിമാരെയും നിങ്ങൾ വിടേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ തല ചുംബിക്കാന്ന് പറഞ്ഞു. എല്ലാവരും വിടാന്ന്. അതിൽ മഹാനവർ എന്തൊക്കെ പരീക്ഷിച്ചു. ഒരു സ്വഹാബിയെ മഹാനവരുടെ മുമ്പിൽ വെച്ചിട്ട് തിളക്കുന്ന എണ്ണയിൽ ജീവനോടെ ഇട്ടിട്ടുണ്ട്. കുറേ നിലവിളിച്ച് ആ സ്വഹാബി വലിയ വഫാത്തായി. എല്ലിങ്ങനെ പുറത്തേക്ക് വരിക, തിളച്ച എണ്ണയിൽ. നിന്നെ ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹിബ്നു ഹുദാഫത്തു സഹ്മി റളിയല്ലാഹു അൻഹുവിനെ അനങ്ങിയില്ല, കരഞ്ഞു. പേടിയായോന്ന് ചോദിച്ചു. എനിക്ക് പേടി എന്താണെന്നറിയോ, ഞാൻ കരയണതേ എൻ്റെ കൂട്ടുകാരൻ്റെ എല്ലിങ്ങനെ മേലേക്ക് പൊന്തി വന്ന ആ മാംസമൊക്കെ ഉരുകിക്കളഞ്ഞു, അത് കണ്ടിട്ടല്ല ഞാൻ ബേജാറാവുന്നത്. എന്നെ ഇങ്ങോട്ടിട്ടാലും എനിക്ക് ഒരു തടിയല്ലേ ഉള്ളൂ, എൻ്റെ ശരീരത്തിലെ രോമത്തിനനുസരിച്ച് എനിക്ക് തടി ഉണ്ടെങ്കിൽ അത് മുഴുവൻ അല്ലാഹ്ക്ക് ഷഹീദാകാൻ കൊടുക്കായിരുന്നല്ലോ, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ എന്ന സങ്കടത്തിലാണ് കരയണത്. അതിലാണ് രാജാവ് കണ്ണു തുറത്തത്. ഇങ്ങനെ ഈമാനുള്ള മനുഷ്യന്മാരോ. അങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഘട്ടങ്ങളിലൂടെ കൊണ്ടുപോയത്. അവസാനം അദ്ദേഹം രാജാവിനെ തല ചുംബിച്ചു. 70ഓളം സ്വഹാബികളെ ഒരുമിച്ച് വിട്ട്. അപ്പോൾ ഉമർ തങ്ങൾ മദീനത്ത് നിന്ന് എല്ലാവരും വരണം, മദീനയുടെ ഗേറ്റിലേക്ക് വരണം. ഒരു സ്വഹാബിന്റെ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റഅസ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹ്മിയുടെ തല ചുംബിക്കൽ ഓരോ മുസ്ലിം ആണിൻ്റെയും ആൺകുട്ടിയുടെയും പുരുഷന്മാരുടെയും ബാധ്യതയാണ്, ഹഖാണ്. എല്ലാവരും വരും എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ. ആ രാജാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈമാൻ കാണിച്ച സ്വഹാബിയാണ്. അങ്ങനെ സ്വഹാബിമാർ ആ മഹാനെ മുത്തി സ്വീകരിച്ചു. മദീനത്തേക്ക് എത്തിയപ്പോൾ കള്ള് അങ്ങനെ കൊടുത്തിട്ടും കുടിച്ചിട്ടില്ല. അപ്പോൾ മുഅ്മിനെ, എൻ്റെ കുട്ടികളെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, അള്ളാഹു വേണ്ടാന്ന് പറഞ്ഞ മയക്കുമരുന്നേക്കൊന്നും പോകല്ലേ. ഇതൊക്കെ ഈ കുറഞ്ഞ നേരങ്ങളെ കൊണ്ട് പിശാച്ച് ഈ കളിയൊക്കെ കളിപ്പിച്ച് നിങ്ങളെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞിട്ട് അവൻ ഓടും. അപ്പോഴേക്കും നിങ്ങൾ സക്കറാത്തായിട്ടുണ്ടാവും. പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, ജീവിതം നശിച്ചിട്ടുണ്ടാവും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലുള്ള ആ ഒരു അസ്വിദത്തുൻ, ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് പോകുന്നവരാ. പുണ്യ നബി തങ്ങളുടെ മുമ്പിൽ ഈ മദ്യവും ഹലീബും കൊണ്ടുപോയി കൊടുത്തു, പാല് ലബൻ കൊണ്ടുപോയി കൊടുത്തു. നബി തങ്ങൾ പാല് മതി എന്ന് പറഞ്ഞെടുത്ത് നബി തങ്ങൾ കുടിച്ചു. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, ഹുദീത ഇലൽ ഫിത്ര നബിയേ വഹുദിയത്ത് ഉമ്മതുക്, അങ്ങ് ശുദ്ധമായ പ്രകൃതത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ വഴി നടത്തിയത്, അങ്ങയുടെ ഉമ്മത്തികളും ശുദ്ധ പ്രകൃതം സ്വീകരിച്ചു നബിയേ. നേരെ മറിച്ചാണെങ്കിൽ ഉമ്മത്തികളും അങ്ങനെ ആയി പോയേനെന്നാ. പക്ഷെ അള്ളാഹു കാത്തു. ശുദ്ധമായത് അത് മതി നമുക്ക്. മറ്റേത് കലർപ്പുള്ളതാണ്, അത് പലതും വിഷമാണ്, പോയിസനാണ്. നിങ്ങളുടെ തലയിലേക്ക് നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ചിന്താബോധവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യനെ മൃഗമാക്കുന്നത്. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ, സർവ്വ മനുഷ്യരെയും കാത്തുരക്ഷിക്കട്ടെ. ആദം നബി അലൈഹിസ്സലാം കരയാണ്. എന്തിന് കരയുന്നറിയോ? ആദം നബിയുടെ ചരിത്രം എത്രയാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ വല്ലിപ്പ, അതായത് നമ്മുടെ വല്ലിപ്പ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവി ഒരു പഴം തിന്നതിനാണ് സ്വർഗ്ഗത്തിൽ നിന്ന് പോരേണ്ടി വന്നത്. അതുകൊണ്ട് മക്കളെ, തെറ്റ് ചെയ്യില്ലേ. നമ്മുടെ വാപ്പ ആ പഴം തിന്നതിന് ഒരു പ്രശ്നമുണ്ട്. വഖാസമഹുമാ, ഇബ്ലീസ് അവരോട് സത്യം ചെയ്തു പറഞ്ഞു. വല്ലാഹി എന്നിട്ട് പറഞ്ഞ പിന്നെ വിശ്വസിക്കൂലേ മുഅ്മിനീങ്ങൾ? വല്ലാഹി എന്ന് പറഞ്ഞ് ഇബ്ലീസ് നുണ പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വല്ലാഹി എന്ന് പറഞ്ഞ പിന്നെ നുണ പറയാൻ പാടില്ലല്ലോ. ഇബ്ലീസ് വഖാസമഹുമാ, രണ്ടുപേരോടും സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഗുണം കാക്ഷിക്കുന്ന നല്ല ആളാണ്, ഞാൻ പറഞ്ഞത് കേട്ടോളിൻ. യാ ആദമു അലാ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ആദം നബിയെ, ഒരിക്കലും മരിക്കാത്ത ജീവിതം വേണോ, ഒരിക്കലും തീരാത്ത പൈസ വേണോ? ഇത് രണ്ടും ഞാൻ തരാം, ഈ പഴം കഴിച്ചാൽ മതി. അള്ളാനെ വെച്ച് സത്യം ചെയ്ത് പറഞ്ഞു. അപ്പൊ ആദം നബി പെട്ടുപോയി. നമ്മുടെ വല്യപ്പ അള്ളാനെ വെച്ച് നുണ പറയില്ലെന്നാ വിചാരിച്ചത്. എന്താ പറഞ്ഞത്? മനുഷ്യന് അതല്ലേ ദുന്യാവിൽ വേണ്ടത്, ആയുസ് വേണം, പൈസയും വേണം. ഹൽ അജുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. രാജാധികാരം, ഒരിക്കലും തീരാത്ത ഖജനാവ്, ഒരിക്കലും അവസാനിക്കാത്ത ആയുസ്, ഇത് രണ്ടും നിങ്ങൾക്ക് ലഭിക്കും. ഹവാബിയും പറഞ്ഞു, എന്നാ നമുക്കൊന്ന് നോക്കല്ലേ. അങ്ങനെ പോയി പെട്ടതാണ്.
നിങ്ങൾ പെട്ടുപോവല്ലിൻ, നിങ്ങളാരും അത് ചെയ്യല്ലിൻ. ഇന്നഹു